ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും പ്രിയരായ നിങ്ങളോട് കൂടെ ഇങ്ങനെ സൂമിൽ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ ചില ദിവസങ്ങളായി ഞാൻ യാത്രയിലായിരുന്നു. ഇപ്പോൾ ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് പട്ടണത്തിലിരുന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെ ഇവിടെ കടന്നു വരുവാൻ സഹായിച്ചു ദൈവം. അവിടെ മുതൽ ഇവിടം വരെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈ സമയത്ത് നമ്മൾ സൂമിൽ ഒത്തുകൂടുന്നതിന് മുൻപ് തന്നെ കുറച്ച് സമയം പാടുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ വേർതിരിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരല്പം ഡിലേ ആയിപ്പോയി. നിങ്ങളോട് കൂടെ ഒരുമിച്ചാണ് ഇതിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത്. എന്നാലും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാനും ഈ സന്നിധി പ്രാർത്ഥിക്കുവാനും മധ്യസ്ഥ അണയ്ക്കുവാനും ഒക്കെ കർത്താവ് സഹായിച്ചു. തുടർന്ന് വചനത്തിലൂടെ നമ്മൾ മുൻപോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ് പറഞ്ഞു പോകേണ്ടത്. നിങ്ങൾക്ക് പതിവ് പോലെ അറിയാം, പൗലോസിൻ്റെ യാത്രകളാണ് നമ്മളുടെ ധ്യാന വിഷയം. വിശേഷിച്ച് രണ്ടാമത്തെ യാത്ര കൊരിന്തിലെത്തി. അവിടെ സുവിശേഷം പങ്കുവച്ചു. അത് കേൾക്കാൻ ധാരാളം ആളുകളുണ്ടായിരുന്നു. അതിൽ അപ്പുറമായിട്ടൊരു കാര്യം നമ്മൾ ഇടയ്ക്ക് ചിന്തിച്ചിട്ടുണ്ട്. ഒരു പ്രതീക്ഷയില്ലാതെയാണ് പൗലോസ് കൊരിന്തിൽ വരുന്നത്. പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞാൽ തനിക്ക് അവിടെ മുന്നമേ ആരാരെല്ലാം ഉണ്ട് എന്നൊന്നും ഒരു അറിവൊന്നുമില്ല. അങ്ങനെ അവിടെ വന്ന് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം ഒരു വാതിൽ തുറന്നു. അങ്ങനെയാണ് തീത്തോസ് യുസ്തോസിന്റെ വീട്ടിലേക്ക് വന്നത്. അതുപോലെ ഞാനും ഇങ്ങനെ അഹമ്മദാബാദ് പട്ടണത്തിൽ വന്ന് ഇവിടെയുള്ള ഒരു ഫ്ലാറ്റിൽ ഇരുന്നു കൊണ്ട്, ഇങ്ങനെ ഒരു വാത്സല്യ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം വിശുദ്ധന്മാരോട് പങ്കുവയ്ക്കുമെന്ന് ചില വർഷങ്ങൾക്ക് പിറകിൽ ഞാൻ ചിന്തിച്ചിരുന്നില്ല. എന്നാൽ ദൈവം അങ്ങനെ ഒരു സാവകാശം ഒരുക്കി. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ദൈവവചനം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ തവണ ഒരു വാത്സല്യ സഹോദരിയും കൂടെ ഞങ്ങളോട് കൂടെ കേൾക്കുവാനായിട്ടും വചനം ധ്യാനിക്കുവാനുമായിട്ട് കടന്നു വന്നു. അങ്ങനെ ദൈവം പൗലോസിന്റെ ശുശ്രൂഷയിൽ ജനത്തെ കൂട്ടിവരുത്തി. അവർ സുവിശേഷം കേട്ടു, സുവിശേഷം കൈക്കൊണ്ടു, അവരെ സ്നാനപ്പെടുത്തി. സ്നാനത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നാനം സീരിയസ് ആയ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പല മീഡിയകളിലും ഒക്കെ ആളുകൾ ചർച്ച ചെയ്യുന്ന കാര്യം നിങ്ങളോട് പറഞ്ഞു. സ്നാനം അനിവാര്യമാണോ? അതിൽ ഓരോരുത്തരൊക്കെ പറയുന്ന ന്യായങ്ങളും മുട്ടായുക്തികളും ഒക്കെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. കാരണം വേദപുസ്തക സത്യങ്ങളെക്കുറിച്ച് അവർ ഗ്രഹിക്കാത്തത് കൊണ്ട് പറയുന്ന ചില വചനങ്ങളൊക്കെ അവർക്ക് തുറന്ന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു സഹോദരനോട് എനിക്ക് സംസാരിക്കാനായിട്ട് സാവകാശം ലഭിച്ചു. അദ്ദേഹം ഒരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രിയപ്പെട്ടവനാണ്. അദ്ദേഹത്തിന് നമ്മൾ സംസാരിച്ചിട്ടുള്ള വചനങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള മെസ്സേജുകളുടെ ലിങ്കുകൾ അയച്ചു കൊടുത്തു. കേട്ട് സഹോദരൻ സാവകാശം സംശയങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ നിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇതുവരെ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, എങ്കിലും അദ്ദേഹം കേൾക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ സ്നാനത്തിൻ്റെ ഗൗരവം പറഞ്ഞ് മുന്നോട്ട് വന്നു. പിന്നത്തേതിൽ ഒരു പടിയും കൂടെ കടന്നുപോയിട്ട് സ്നാനം എന്ന് പറയുന്നത് ഒരു സമർപ്പണ ജീവിതത്തെയാണ് കാണിക്കുന്നത്. സ്നാനത്തിൽ നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുന്നു. അപ്പോൾ ശരീരം എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് എന്നൊക്കെ തുടക്കത്തിൽ പറഞ്ഞു വന്നു. അതും കഴിഞ്ഞ് മുൻപോട്ട് പോയപ്പോൾ അതിൻ്റെ ഗൗരവങ്ങളാണ് പറഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ മഹത്വത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വന്നു. 2 ആഴ്ച എന്ന് പറയുമ്പോൾ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ആഴ്ചയിൽ നമ്മൾ സമാഗമന കൂടാരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സംസാരിച്ചത്. സമാഗമന കൂടാരത്തെ മുൻനിർത്തി അതിൻ്റെ 4 മൂടുശീലകൾ, അത് ക്രിസ്തീയ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ ആഴ്ചയിലേക്ക് വന്നപ്പോൾ ഇതേ സമാഗമന കൂടാരത്തിന്റെ വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന വിളക്കിനെ കുറിച്ച് ചില സൂചനകൾ പറഞ്ഞു. അതിലെ തിരിയെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് 48 പലക അതിന്റെ ചുറ്റുമിരിപ്പുണ്ട്. ആ 48 പലകയുടെ പ്രത്യേകത, അത് മരുഭൂമിയിൽ നിന്ന ഖദിരമരങ്ങളാണ് വെട്ടിയെടുത്തുകൊണ്ട് വന്ന് ഒരുക്കി ഇതുപോലെയുള്ള പലകകളാക്കി മാറ്റി. അങ്ങനെ അത്യുന്നതന്റെ സന്നിധിയിൽ വെള്ളി ചൂടുകളിൽ അഥവാ സിൽവർ സോക്കറ്റുകളിൽ ഈ പലക നിൽക്കുന്നു എന്ന് വളരെ സാവധാനം ഞാൻ പ്രസംഗിച്ചു. നിങ്ങളും അത് ശാന്തമായി കേട്ടിരുന്നു. പക്ഷേ അതൊരു പ്രോസസ്സാണ്. അതിനകത്ത് വലിയ പ്രോസസ്സിംഗ് ഉണ്ട്, വലിയ അധ്വാനങ്ങളുണ്ട്. അങ്ങനെ അവിടെ പലക വെറുതെ വന്ന് കയറുന്നതല്ല. അതിന് നമ്മൾ ചില വീഡിയോസ് കാണിച്ചു. ആ വീഡിയോയിൽ നമ്മുടെ നാട്ടിലുള്ള തടിമില്ലുകളിൽ
തടികൾ ഇങ്ങനെ ഡംപ് ചെയ്തിട്ടിരിക്കുന്ന കാഴ്ച കണ്ടു. അതിൽ നിന്ന് ചില ക്രെയിനുകൾ ഉപയോഗിച്ച് തടി റാമ്പിലേക്ക് കൊണ്ടുവരുന്നതും അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞ് അതിൻ്റെ ഒത്ത നടുവിലുള്ള അതിൻ്റെ കാമ്പായ ഭാഗം, അതായത് അതിലെ പലക പുറത്തെടുക്കുന്നു, കട്ടിയുള്ള ഭാഗം പുറത്തെടുക്കുന്നു. അങ്ങനെ പലക എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതുപോലെയാണ് ഒരാൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്. നല്ല വലിപ്പമാണ്. പക്ഷെ അതെല്ലാം മരത്തിന്റെ വെള്ള എന്ന് നമ്മൾ പറയുമല്ലോ, ആ വെള്ള എന്ന് പറയുന്ന പോലെ ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് പുറത്ത് കളഞ്ഞ് അതിന്റെ കാതലായ ഭാഗം എടുക്കണം. അപ്പൊ അതിന് ഈ മരം ആ ട്രോളിയിൽ കിടക്കുന്നൊരു കാഴ്ച കണ്ടു. അനങ്ങാതെ കിടക്കണം, സമർപ്പിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോ നിങ്ങളെ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ഫിലിപ്പ് ലേഖനത്തിൽ. അപ്പൊ നല്ല പ്രവൃത്തി ആരംഭിച്ചത് എപ്പോഴാ? കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ടുള്ള മീറ്റിങ്ങുകളിൽ ഞാനിരുന്ന് സംസാരിക്കുന്നതിന്റെ പിന്നിൽ നിങ്ങൾ കാണാറുള്ളൊരു 1-2 പിക്ചറുകളുണ്ട്. ഒരു മനുഷ്യൻ ഏതോ കടലിലോ കായലിലോ അഥവാ നിലയില്ലാ കയത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരു 2 കൈകൾ. കഴിഞ്ഞ ആഴ്ചത്തെ പിക്ചറിൽ ഒരു തല മാത്രം അല്പം കണ്ടു. അപ്പൊ അങ്ങനെ താണു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. ആ മനുഷ്യനെ അവന്റെ വിലാപത്തിൽ നിന്ന് അവനെ വിടുവിച്ച് അവനെ നിത്യരക്ഷയുടെ ഓഹരിക്കാരനാക്കി പൊക്കിയെടുത്ത് ഉറപ്പുള്ള പാറമേൽ കൊണ്ടുവന്നു. അതാണ് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത പ്രാഥമികമായ കാര്യം. അങ്ങനെ നമ്മെ ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നു, ദൈവകുടുംബത്തിൽ കൊണ്ടുവന്നു, ദൈവത്തിന്റെ കാര്യപരിപാടിയിലേക്ക് കൊണ്ടുവന്നു, അഥവാ ദൈവസഭയുടെ ഭാഗമാക്കുവാൻ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന നമ്മെ അതിന് വേറൊരു ഭാഷയിൽ വേദപുസ്തകത്തിന്റെ ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത്. മരുഭൂമിയിൽ എവിടെയോ ഒടുങ്ങിപ്പോകേണ്ട കതിരമരങ്ങൾ കാലാകാലങ്ങളായി മരുഭൂമിയിൽ ഇങ്ങനെ നിൽക്കുന്നു. ചുറ്റും അനേക കതിരമരങ്ങളുണ്ട്. പഠിപ്പുള്ള മരങ്ങളുണ്ട്, പഠിപ്പില്ലാത്തതുണ്ട്, പ്രതാപമുള്ളതുണ്ട്, പ്രതാപം ഇല്ലാത്തതുണ്ട്, കുല ശ്രേഷ്ഠതയുള്ളതുണ്ട്, ഹീനമായതുണ്ട്. അങ്ങനെ അനേകം മരങ്ങൾ നിൽക്കുന്നു. അതെല്ലാം അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോഴാണ് സുവിശേഷം എന്ന കോടാലി നാമാകുന്ന മരത്തിന്മേൽ അല്ലെങ്കിൽ അതിന്റെ കടക്കൽ വരികയും വെട്ടിയെടുത്ത് നമ്മെ കൊണ്ടുപോയത് അങ്ങോട്ടാ, അത്യുന്നതന്റെ സന്നിധിയിലേക്ക്, ദൈവസന്നിധിയിലേക്ക്, ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വന്ന് നമ്മെ അവിടുന്ന് രക്ഷിച്ചു കൊണ്ടുവരികയാണ്. മരുഭൂമിയിൽ അവസാനിക്കേണ്ട ആ മരത്തെ വെട്ടിയെടുത്തുകൊണ്ട് വരികയാണ്. എങ്ങനെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് ജീവൻ പ്രാപിച്ചു. ആ ജീവൻ പ്രാപിച്ചതിന് ശേഷം അടുത്ത പടിയാണ് പ്രാകാരത്തിലേക്ക് നാം വന്നു. അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലെ ആ ശൈശവാവസ്ഥ, പ്രാരംഭാവസ്ഥ, അതിലേക്ക് കടന്നു വന്ന നമ്മെ അവിടുന്ന് ഒരുക്കിയെടുക്കുകയാണ്. ഇനി ഇവിടം മുതൽ ഒരുക്ക ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഒരുക്കത്തിന്റെ കാര്യങ്ങളാണ് ഇനി പറയാനും പഠിപ്പിക്കാനും ഉള്ളൂ. അതായത് നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടെന്നാണ് എന്റെ ചിന്ത. എവിടെയോ കിടന്ന നമ്മെ നമ്മുടെ കർത്താവ് രക്ഷിച്ചു. കുലഹീനമായതിനെ, ബലഹീനമായതിനെ അവിടുന്ന് രക്ഷിച്ച് തന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. അതായത് ആ പ്രാകാരത്തിലേക്ക് നമ്മെ കടത്തിക്കൊണ്ട് വന്നതായിട്ട് മനസ്സിലാക്കുക. സമാഗമന കൂടാരത്തിന്റെ പിക്ചർ ഒന്ന് ഓർക്കുക. വാതിൽ തുറന്ന് നമ്മെ പ്രാകാരത്തിലേക്ക് കൊണ്ടുവന്നു. യാഗപീഠം, താമ്രത്തൊട്ടി, ആ കാഴ്ചകളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ അവിടെ കൊണ്ടുവന്ന ഈ തടി ഇനി പലകയാക്കണം. ആ പലകയാക്കി കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും പൊന്നു പൊതിയും, തനി തങ്കം കൊണ്ട് പാനൽ ചെയ്യും. അങ്ങനെ അതിനെ ആ വെള്ളിച്ചൂടിൽ കർത്താവിന്റെ സന്നിധിയിൽ, അഥവാ യഹോവയുടെ സന്നിധിയിൽ, ഈ പലക യഹോവയുടെ സന്നിധിയിൽ നിരന്തരമോടെ നിൽക്കുകയാണ്. ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ മഹത്വത്തിൽ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ നിൽക്കണമെങ്കിൽ അതിനൊരു ആഗ്രഹം വേണം, താല്പര്യം വേണം. അപ്പോ അങ്ങനെ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ആഗ്രഹം കർത്താവിനോടുകൂടെ എപ്പോഴും ഒരുമിച്ചിരിക്കുക എന്നുള്ളൊരു ആഗ്രഹവും ദൈവഹിതം എന്തെന്ന് അറിയുക എന്നുള്ളതൊക്കെയാണ് ഇത്തരക്കാരുടെ ആഗ്രഹവും താല്പര്യമൊക്കെ. അവരെ സംബന്ധിച്ച് അവർ വാഗ്വാദത്തിന് വരുന്നില്ല, തർക്കസൂത്രങ്ങൾക്ക് വരുന്നില്ല, മറ്റ് പല കാര്യങ്ങൾക്കും വരുന്നില്ല. യെസ്, ദൈവഹിതം എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടിയൻ ഇതാ എന്ന ഒരു നിലയിലേക്ക്, ആ സമർപ്പണ മനോഭാവത്തിലേക്ക് വരികയാണ്. അവിടെയാണ് നമ്മൾ കൊരിന്ത് ലേഖനത്തിലെ ചില വാക്യങ്ങൾ വായിച്ചത് ഓർമ്മയിൽ വരുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്, ആകയാൽ ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നൊക്കെ പറയുന്നതിന്റെ ഗൗരവം ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പ്രാകാരത്തിലേക്ക് കൊണ്ടുവന്ന ആ തടി അവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ എന്തു പ്രയോജനം? അതിന് ഞാനൊരു പിക്ചറും കൂടെ ഇടയ്ക്ക് കാണിച്ചിരുന്നു. ഒരു തടിമേലിന്റെ മുമ്പിൽ ധാരാളം തടികൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു, ധാരാളം തടികൾ. അതേസമയം ചില തടികൾ ആളുകൾ വന്ന് അതിൽ നിന്ന് തങ്ങൾക്ക് താല്പര്യപൂർവ്വം എടുത്തുകൊണ്ട് പോയി
അത് ഈ പറഞ്ഞതുപോലെ പലകയാക്കി അല്ലെങ്കിൽ ഉരുപ്പടികളാക്കി തങ്ങളുടെ കൺസ്ട്രക്ഷനോ എന്ത് കാര്യത്തിനാണെങ്കിലും അത് ഉപയോഗിക്കുന്നു. ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ചില തടികൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ ഈ പറഞ്ഞ സ്ഥലത്ത് കിടപ്പുണ്ട്, ഈ തടിമില്ലിന്റെ മുൻപിൽ. അതിന് നമ്മൾ ചിന്തിച്ചത് എന്താ, ഇങ്ങനെ അനേക തടികൾ ഇന്നത്തെ പെന്തിക്കോസി കിടപ്പുണ്ട്, യാതൊരു പ്രയോജനമില്ലാതെ. പാട്ടും പ്രാർത്ഥനയൊക്കെ 10 മണിക്ക് നടക്കുന്നുണ്ട്, ഈ തടികളെല്ലാം വെറുതെ ഇങ്ങനെ കിടക്കുകയാണ്, അതിൽ പണികൾ നടക്കുന്നില്ല. പണികൾ നടക്കണമെന്ന് ഈ തടികൾക്കും ആഗ്രഹമില്ല, പണികൾ നടത്തണമെന്ന് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കും ആഗ്രഹമില്ലാത്തൊരു കാലം. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറയായിരുന്നു ഈ സഹോദരങ്ങളോട്, അങ്ങനെ ഒരാൾ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ആ ശുശ്രൂഷകനെ ട്രാൻസ്ഫർ കൊടുക്കും. അതാണ് ഇന്നത്തെ കാലത്തെ രീതി. അവനെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അത് പേടിച്ചിട്ട് ശുശ്രൂഷകന്മാര് ഈ തടി അതെവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കിടന്നോട്ടെ, 10 മണിക്ക് വന്ന് 1 മണിക്ക് അവർ പൊക്കോട്ടെ എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാലമാണ്. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവ് ഫിലിപ്പിന്റെ കൈസരിയിൽ നിന്ന് പറഞ്ഞ എന്താ, ഞാൻ എൻ്റെ സഭയെ പണിയും, നിശ്ചയമായും പണിയുമെന്നാ പറഞ്ഞത്. ആ പണി നടക്കണം. അതിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ബേസ് പറഞ്ഞു വരുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിലൂടെ പറഞ്ഞു കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിച്ച കാര്യം മുന്നമേ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതം പുറമെ നിന്ന് നോക്കിയാൽ അഴകൊള്ളതല്ല. ഇതെല്ലാം പറയാനുണ്ടായ സാഹചര്യം എന്താ, തുടക്ക സമയത്ത് നമ്മെ യാഗമായി സമർപ്പിക്കണമെന്നും ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കണമെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ യാഗമൃഗത്തെ അറുത്ത് അതിന്റെ തോലുരിച്ച് ഖണ്ഡം ഖണ്ഡമായി നുറുക്കി ബലിപീഠത്തിൽ എത്തിക്കണം, പിന്നെ അവിടെ തീ കത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്രയോ വട്ടം പറഞ്ഞു. ചില പ്രിയപ്പെട്ടവർക്കൊക്കെ പിന്നെയും ഒരു സന്ദേഹവും ഒരു സംശയവും ഒക്കെ ഇങ്ങനെ കിടന്നതുകൊണ്ടാണ്, അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് അങ്ങനെ അങ്ങ് പറയാൻ ഞാൻ തൽക്കാലം ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഈ 2 ആഴ്ച പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ പറയാനിരുന്നതല്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് പറയേണ്ട കാര്യങ്ങളായിരുന്നു. സ്നാനത്തോടുള്ള ബന്ധത്തിൽ ഇത്രയും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി, അത്രയും പറഞ്ഞാൽ മതി. അതല്ലാതെ സമാഗമന കൂടാരത്തിലെ വിളക്കും തിരിയും പിന്നെ 4 മൂടുശീലകളും അതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെറിയ കൂടെ മെച്യൂരിറ്റി ഒക്കെ വന്നിട്ട് പറയേണ്ടതായിരുന്നു. പക്ഷെ അഡ്വാൻസ് ചെയ്ത് പറയേണ്ടി വന്നത് ചില മനസ്സുകളിൽ സംശയങ്ങളും സന്ദേഹങ്ങളും ഒക്കെ അങ്ങനെ വേണോ ഇങ്ങനെ വേണോ എന്നൊക്കെയുള്ള ചിന്ത വന്നതുകൊണ്ടാണ് തറപ്പിച്ചത്, ഉറപ്പിച്ചത്. ഇതാണ് ദൈവത്തിന്റെ കാര്യപരിപാടി. ഇപ്പോൾ ബാഹ്യ അലങ്കാരങ്ങൾക്ക് പ്രസക്തിയില്ല, അത്തരം കാര്യങ്ങൾ നിലനിൽക്കില്ല. ഈ റാമ്പിലേക്ക് അങ്ങ് കയറ്റി വെച്ചാൽ അല്ലെങ്കിൽ ആ ട്രോളിയിലേക്ക് തടി കയറ്റി വെച്ച് അതിന്റെ 4 സൈഡും കളയുന്നത് നമ്മൾ കണ്ടതാ. അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഓരോ കാര്യങ്ങളും, തിരി ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ ചിന്തിച്ചു, എണ്ണ കൊണ്ടുവരുന്ന കാര്യം ചിന്തിച്ചു. 1 താലന്ത് തങ്കം അങ്ങനെ തന്നെ ഇരുന്നിട്ട് ഒരു പ്രയോജനമില്ല. അത് അടിപ്പ് പണിയായിട്ട് പണത് മനോഹരമായ വിളക്കാക്കി മാറ്റണം. ഞാൻ വിട്ടുപോയൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞായിരുന്നു, സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിലിരിക്കുന്ന താമ്രത്തൊട്ടി, അതൊക്കെ നിങ്ങൾ ഓർത്ത് ധ്യാനിക്കേണ്ട വിഷയങ്ങളാണ്, ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. മോശയുമായി സഹകരിച്ച് ശുശ്രൂഷയിൽ നിൽക്കുന്ന സഹോദരിമാര് മുഖം നോക്കിക്കൊണ്ടിരുന്നവരുടെ മുഖക്കണ്ണാടി, ആ സഹോദരിമാരുടെ മുഖം നോക്കുന്ന ദർപ്പണം, അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അതിന് പറഞ്ഞാൽ മുഖക്കണ്ണാടി. അവർ മനഃപൂർവ്വമായി സമർപ്പിച്ചു. കൂടാരത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ വെക്കേണ്ട താമ്രത്തൊട്ടിയുടെ പണിക്ക് വേണ്ടി ധാരാളം താമ്രം ആവശ്യമാണ്. അത് ഈ സഹോദരിമാർ കൊടുത്ത ആ ദർപ്പണങ്ങൾ ഉടച്ച് അങ്ങനെയാണ് ഈ താമ്രത്തൊട്ടി ഉണ്ടാക്കിയത്. ഒരാഴ്ചത്തെ മെസ്സേജിന്റെ ടൈറ്റിൽ ഹെഡിങ് തന്നെ നമ്മൾ അങ്ങനെയാണ് കൊടുത്തത്, എവിടെ ദൈവത്തിന്റെ ബസലേലുമായിരുന്നു ചോദിച്ചു. അങ്ങനെ ഈ സഹോദരിമാരത് മോശയുടെ കയ്യിൽ ഏൽപ്പിച്ചു. മോശ അത് ബസലേലിനെ ഏൽപ്പിച്ച് അത് ഉടച്ച് ഈ പറഞ്ഞ ആ പരുവത്തിൽ ഷെയ്പ്പിലാക്കി താമ്രത്തൊട്ടി എന്ന നിലയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അത് ചെയ്യാൻ ഇന്നും ബസലേൽ വേണം, അത് ചെയ്യാൻ ഇന്നും മോശ വേണം. അപ്പൊ ഇന്ന് മോശമാരെവിടെ, ഇന്ന് ബസലേലുമാരെവിടെ, ആ ഒരു സമർപ്പണത്തിലേക്ക് വരുന്ന നമ്മുടെ സഹോദരിമാരെവിടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. ആ സഹോദരിമാർക്ക് പ്രിയപ്പെട്ടതാണ് ഈ മുഖം നോക്കുന്ന കണ്ണാടി. ആ സഹോദരിമാർക്കെന്നല്ല ഏത് സഹോദരിമാർക്കും പ്രിയപ്പെട്ടതാ. അവിടെ കണ്ണാടി എന്നുള്ളതല്ല വിഷയം. തങ്ങൾക്ക് വിലപ്പെട്ടതും പ്രിയപ്പെട്ടതുമായ ഒരു കാര്യം ദൈവഹിതം മനസ്സിലാക്കി സമർപ്പിക്കാൻ അവർ മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്നെടുക്കുന്ന ആത്മീയ പാഠം. തങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടത് ഉടയ്ക്കാൻ അവർ ഏൽപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ പ്രസംഗിക്കട്ടെ സഹോദരങ്ങളെ.
തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഉടയ്ക്കാൻ അവർ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അത് ഉടച്ചു കഴിഞ്ഞപ്പോൾ അത് ആ കണ്ണാടിയായിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ അവർക്ക് മാത്രമാണ് പ്രയോജനം ചെയ്തത്. അവർക്ക് പ്രയോജനം ഉണ്ടായിരുന്നു, അതിനൊന്നും തർക്കമില്ല. എന്നാൽ അത് ഉടച്ച് മറ്റൊരു പരുവത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിലിരിക്കുന്ന താമ്രത്തൊട്ടി എന്ന നിലയിൽ ശുദ്ധജലം നിറച്ചു കഴിഞ്ഞപ്പോൾ ശുശ്രൂഷയ്ക്ക് വരുന്ന പുരോഹിതന്മാരെല്ലാം മുഖം നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അല്ലെങ്കിൽ ശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ സമാഗമന കൂടാരത്തിലോ യെരുശലേം ദൈവാലയത്തിലോ കടന്നു വരുന്ന ഏതൊരു ലേവിയ പുരോഹിതനും അല്ലെങ്കിൽ അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരും, അങ്ങനെ തന്നെ പറയാം, അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരും താമ്രത്തൊട്ടിയുടെ അടുക്കൽ വന്ന് ശുദ്ധീകരണം പ്രാപിച്ചിട്ടാണ് യാഗം അർപ്പിക്കാൻ യാഗപീഠത്തിന്റെ ചുവട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമർപ്പണത്തിലേക്ക് അവർ വന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ, ശുശ്രൂഷകൾ സുഗമമായിട്ട് മുൻപോട്ട് പോയത്. അപ്പൊ ഇതെല്ലാം വളരെ സീരിയസ് ആയ കാര്യങ്ങളാണ്. നിങ്ങൾ പിന്നെയും പിന്നെയും ഓർക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യണം. അപ്പൊ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ശരീരങ്ങളെ സമർപ്പിക്കുകയും ബാഹ്യാലങ്കാരങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഇപ്പൊ ഒരാൾ ശാഠ്യം പിടിക്കുകയാണ്, എനിക്കിങ്ങനെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കേസും കൂട്ടത്തിനും വരില്ല, നമ്മൾ ഒരു ഒബ്ജക്ഷനും വരില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ വചനമാണ് പറയുന്നത്, പ്രമാണമാണ് പറയുന്നത്. ക്രിസ്ത്യാനിത്വത്തിന്റെ ആഴങ്ങൾ, അതിന്റെ ഉള്ളടക്കങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഇങ്ങനെ ആയിരിക്കണം ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ ഒരു ദൈവ പൈതൽ മാതൃകയോടെ വിശ്വസ്തനായി ജീവിച്ചു കാണിക്കേണ്ടത്. ഒരു ദൈവ പൈതൽ ഈ ലോകത്തിൽ സ്വർഗത്തിന്റെ അംബാസിഡറാണ്. ആ അംബാസിഡർ എന്ന നിലയിൽ അവനിവിടെ മാതൃകയോടെ ജീവിച്ചു കാണിച്ചെങ്കിലേ മറ്റുള്ളവർക്ക് ക്രിസ്ത്യാനിത്വം എന്തെന്നും അതിന്റെ മഹത്വം എന്തെന്നും മനസ്സിലാകത്തുള്ളൂ. നമ്മൾ അഴിഞ്ഞു പോകുന്നതായ ഈ ഭൂമിയിലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയോ അതിനെ മുറുകെ പിടിക്കുകയോ മസിൽ പിടിക്കുകയോ ഒന്നും ചെയ്യുന്ന ആളുകളല്ല. നമുക്കറിയാം ഈ ഭൂമിയിലുള്ള സകല കാര്യങ്ങളും ഉപയോഗശേഷം അഴിഞ്ഞു പോകുന്നതാണ്. ഇതൊന്നും സ്ഥായിയല്ല. ഇവിടെയുള്ള എല്ലാം വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളുടെ പേരാണ് പ്ലാറ്റിനം, ഡയമണ്ട്, അങ്ങനെയൊക്കെയുള്ള ഈ വജ്രങ്ങളൊക്കെ. പിന്നെ നമ്മുടെ മഞ്ഞലോഹം, പിന്നെ വെള്ളി, താമ്രം ഒക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ അനവധിയായ കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. വിലപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തീക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്നാണ് പ്രിയങ്കരനായ അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തീക്ക് വേണ്ടി വെച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ ആ തീക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിലെല്ലാം നമ്മൾ ഭ്രമിക്കേണ്ടത്, നമ്മൾ അതിലെല്ലാം ആഗ്രഹിക്കേണ്ടത്. അപ്പൊ ഈ ബാഹ്യാലങ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ പണ്ടുകാലം മുതൽ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. പുസ്തകത്തിലേക്ക് വരുമ്പോൾ പുതിയ ഭൂമിയും പുതിയ ആകാശവും വെളിപ്പെടുന്നു. ആ പുതിയ ഭൂമിയിൽ അതിന്റെ തെരുവുകൾ സ്വർണ്ണ തെരുവുകളാണ്. സ്വർണ്ണ തെരുവുകൾ അത് പണ്ടുകാലം മുതൽ ഈ പെന്തക്കോസ് വേൾഡില്, ഈ പെന്തക്കോസ് ലോകത്ത് അതിന്റെ പ്രസംഗങ്ങളില് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ആ കാര്യം ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക. ഈ പ്രസംഗരെല്ലാം സാധാരണ പറയുന്നത് സ്വർഗത്തിലെ അഥവാ പുതിയ ഭൂമിയിലെ തെരുവുകളെല്ലാം സ്വർണ്ണ തെരുവുകളാണ്. അപ്പോൾ സ്വർണ്ണ തെരുവുകളായതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തെരുവുകളുണ്ട്, അഥവാ റോഡുകളുണ്ട്. ആ റോഡുകളൊക്കെ ടാർ ചെയ്ത റോഡുകളാണ്. ആ ടാറ് അടർത്തിയെടുത്ത് നിങ്ങൾ ആരെങ്കിലും കാതിലും കഴുത്തിലും ഒക്കെ തൂക്കിയിടുവെന്നൊക്കെ പ്രസംഗര് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നെ വചനം പഠിപ്പിച്ച ദൈവദാസനൊക്കെ അത് കൂടെ കൂടെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പെന്തക്കോസ് ലോകത്തിലുള്ള കൺസർവേറ്റീവ്സ് ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണിത് മറ്റുള്ളവരുടെ മുമ്പില്. അതായത് എന്താ ഞാൻ പറഞ്ഞേ, ഈ ടാറ്, അതായത് റോഡിലെ ടാർ അടർത്തി എടുത്തിട്ട് നിങ്ങൾ തൂക്കിയിടുവോന്നൊക്കെ ചോദിച്ചു കളയും. അപ്പൊ കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കുമ്പോൾ ശരിയാ, ആരും ടാർ അടർത്തി എടുത്തിട്ട് എന്ത് ചെയ്യുന്നില്ല, തൂക്കിയിടുന്നില്ല. അവിടുത്തെ റോഡ് ടാർ, ഈ പുതിയ ഭൂമിയിലെ പുതിയ യെരുശലേമിലെ തെരുവുകൾ സ്വർണത്തിന്റെ തെരുവുകളാണ്, സ്വർണത്തിന്റെ റോഡുകളാണ് എന്നുള്ള കാര്യം പറയുമ്പോഴാണ് ഇത് പറയുന്നത്. അപ്പോൾ തന്നെ വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിലേക്ക് അതിനെ മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ അവിടെ നമുക്ക് 24 മൂപ്പന്മാരെ കാണാം. വെളിപ്പാട് പുസ്തകം ജസ്റ്റ് ഒന്ന് വായിക്കാം നമുക്ക്. 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻ കിരീടം. നമ്മുടെ പഠിപ്പീര് പാളിപ്പോയില്ലോ. അവിടുത്തെ റോഡുകൾ സ്വർണത്തിന്റെ റോഡുകളാണ്. നമ്മുടെ നാട്ടിലെ റോഡുകൾ ടാറിട്ട റോഡാണ്. അതായത് നമ്മൾ കമ്പയർ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ അതിലെ അപകടമായി പറയുന്നത് മണ്ടത്തരം. നമ്മുടെ നാട്ടിലെ റോഡുകൾ
ടാറിന്റെ റോഡുകളാണ്, ടാറിട്ട റോഡുകൾ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ടാറിൻ്റെതായ കാര്യങ്ങൾ കഴുത്തിലോ കാതിലോ എവിടെയെങ്കിലും ഒക്കെ ഇട്ട് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചാണ് പ്രസംഗകർ പ്രസംഗിക്കുന്നത്. അത് റോഡിന്റെ കാര്യത്തില് 24 മൂപ്പന്മാരുടെ തലയിൽ ടാറാണോ ഇരിക്കുന്നത്? അപ്പൊ അതെങ്ങനെ ശരിയാവും? അത്തരം ടീച്ചിങ്ങുകൾ എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ടീച്ചിങ്ങുകളല്ല. അതൊക്കെ ഒരു കാലത്ത് പ്രസംഗിച്ച് ആളുകൾ വിഭ്രമിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട്. മണ്ടത്തരങ്ങളാണ് ആ പറയുന്നത്. റോഡ് സ്വർണത്തിന്റെ റോഡാണ്, അതുകൊണ്ട് റോഡ് ആരെങ്കിലും കഴുത്തെ തൂക്കോ തലയെ തൂക്കോ എന്നൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളല്ല വേണ്ടത്. പകരം നമ്മൾ ഈ വിഷയത്തിൽ ആഴങ്ങൾ മനസ്സിലാക്കിയത് രക്ഷയുമായി ബന്ധപ്പെട്ടാണ്. രക്ഷയുടെ ആഴങ്ങൾ നമുക്ക് സ്വർഗത്തിലെ ദൈവം തുറന്നു തന്നു. ഈ യാഗപീഠത്തിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ സമർപ്പണം, അങ്ങനെ എന്തെല്ലാം ആഴമേറിയ കാര്യങ്ങളാണ് തുറന്നു വന്നത്. ആ സ്നേഹത്തിന്റെ ആഴം നമ്മളതിന് പുറപ്പാട് പുസ്തകത്തിലോ ഉൽപ്പത്തി പുസ്തകത്തിലോ വേറെ പല ഭാഗത്തും ഇത്തരം കാര്യങ്ങൾ എഴുതിയതുണ്ട്. അതൊന്നും വായിച്ചിട്ട് പോലുമില്ല, അങ്ങനത്തെ വാക്യങ്ങളെ സ്പർശിച്ചിട്ടില്ല. ഇനി പുതിയ നിയമത്തിലേക്ക് വരുമ്പോ 1 പത്രോസ് 3-ാം അധ്യായത്തില് നമ്മുടെ സഹോദരിമാരെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവര് പൊന്നണിയുന്നതാണോ, വിലയേറിയ വസ്ത്രം ധരിക്കുന്നതാണോ, തലമുടി പിന്നുന്നതാണോ, ഇങ്ങനെയൊക്കെ വാക്യങ്ങളുണ്ട്. നിങ്ങൾ ആരും ഇപ്പൊ അതൊന്നും എടുക്കണ്ട. ഞാൻ ആ വാക്യം വായിപ്പിച്ചിട്ടില്ല നിങ്ങളെ. അങ്ങനത്തെ വാക്യങ്ങളൊന്നും വായിപ്പിച്ചിട്ടില്ല. പുതിയ നിയമ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് സ്നാനത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുക, അങ്ങനെ ഒരു ജയജീവിതത്തിലേക്ക് മുൻപോട്ട് പോകേണ്ടതിന് വെളിപ്പാട് അനിവാര്യമാണ്. വെളിപ്പാട് പുസ്തകമല്ല, വെളിപ്പാട്. ക്രിസ്തീയതയുടെ ആഴം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് തുറന്നു തരണം. അതിന് നമ്മെ ഏറ്റവും സഹായിക്കുന്നതാണ് പഴയ നിയമത്തിലെ ചില നിഴലുകൾ. സഭയുടെ നിഴലാണ് സമാഗമന കൂടാരം. അപ്പൊ ആ കാര്യത്തിൽ യേശുക്രിസ്തുവിന്റെ നിഴലാണ് സമാഗമന കൂടാരം. അതിലെ മുക്കും മൂലയും നമ്മൾ പഠിക്കാൻ പരിശ്രമിച്ചത് എല്ലാം നമ്മളിവിടെ ഈ ഗ്രൂപ്പിൽ പഠിക്കാൻ ശ്രമിച്ചില്ല, വേറെ ചില ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ഇടയ്ക്ക് ആ കാര്യങ്ങൾ പറയാറുണ്ട്, ഇതാണ് അതിന്റെ വസ്തുത എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ആ സമർപ്പണ ജീവിതത്തിൽ ക്രിസ്തുവിൽ തന്നെ രസിക്കണം, ക്രിസ്തുവിൽ രസിച്ചു മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചതും ഗ്രഹിച്ചതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങളിൽ ജയത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ ഞാൻ പ്രാരംഭത്തിൽ ഇത് പറഞ്ഞതാണ്, പ്രാരംഭത്തിൽ നിങ്ങളെ അറിയിച്ചതാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ 2 ആഴ്ച ഞാൻ നിങ്ങളോട് സോഷ്യൽ മീഡിയയിലെ ഒരു തരംഗത്തെക്കുറിച്ച് പറഞ്ഞു. ഒരു സഹോദരി എന്റെ മരണശേഷം ആ ഡെഡ് ബോഡി ഉയർത്തു വരുന്നത് കാണാൻ വേണ്ടി സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ ഒരു വീഡിയോ. അത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ 2 ലക്ഷത്തിലധികം ആൾക്കാരാണ് ഒരു സ്ഥലത്ത് കണ്ടിരിക്കുന്നത്. എത്രയോ സ്ഥലത്ത് അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നറിയാവോ? ഒരു 10 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും കുറഞ്ഞത്. അത് ഏതാ നമ്മളുടെ സംഘപരിവാർ സഹോദരങ്ങളാണ് ഇപ്പോ കട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ക്രിസ്ത്യാനികൾക്ക്, വിശേഷിച്ച് അതിൽ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്ന ആളുകൾക്ക് പേ പിടിച്ചെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇവർക്ക് എന്തൊക്കെയോ വലിയ കുഴപ്പങ്ങളാണ്, ഇവര് ഈ നൂറ്റാണ്ടിൽ ജീവിക്കാൻ കൊള്ളാകുന്നവരല്ല, ഇവര് വളരെ മ്ലേച്ഛമായ, അത് പറയാൻ കൊള്ളാത്ത തരത്തിലുള്ള ഭാഷാപ്രയോഗങ്ങളൊക്കെയാണ് ഇവര് അതിന് കമന്റ് സെക്ഷനുകളിൽ വരുന്നത്. അത് പോസ്റ്റ് ചെയ്ത ആളുകള് അതിന് ടൈറ്റിൽ കൊടുക്കുന്നതും പിന്നെ അടിക്കുറിപ്പ് കൊടുക്കുന്നതുമായ കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് വല്ലാത്ത നിലയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് അതിനകത്ത് പറയാനുള്ളൊരു കാര്യം, 2 ആഴ്ച നമ്മൾ ഈ വിഷയത്തിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് പ്രേരണ വരാത്തതുകൊണ്ട് നെക്സ്റ്റ് വീക്കിലേക്ക് പറയാമെന്ന്. ഇനി അത് മാറ്റിവെക്കുന്നില്ല. ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ആ വീഡിയോ ഒന്ന് കാണിച്ചിട്ട് ഒരല്പം വിശദീകരണം തന്ന് നമുക്ക് നേരെ മുൻപോട്ട് പോകാം. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ സഹോദരിയെ ഇങ്ങനെ ചീത്ത വിളിക്കുന്ന കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ, അവരൊത്തിരി ആർഷഭാരത സഹോദരങ്ങളാണല്ലോ. അവര് പറയുന്നത്, അവർ ചില പിക്ചറുകളൊക്കെ കാണിക്കും, ഒരു പാത്രത്തിൽ നിറയെ കാന്താരി മുളക്. എന്നിട്ട് അവര് പറയുന്നത് ഇത് അരച്ച് ആ സഹോദരിക്ക് കൊടുക്കണമെന്നാണ്. അരച്ച് എങ്ങനെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ഓർത്തഡോക്സ് സഹോദരങ്ങൾ, കാത്തലിക് സഹോദരങ്ങൾ, അവർ വേറെ പല രീതിയിലാണ് പറയുന്നത്. സ്ത്രീകൾ, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ വളരെ മോശമായ കമന്റ്സ് ആണ് പറയുന്ന ആ സ്ത്രീക്കെതിരെ, നമ്മൾ ഈ പറഞ്ഞ ഭർത്താവ് മരിച്ച ആ സഹോദരിക്കെതിരെ പറയുന്നത്. പ്രിയ സഹോദരങ്ങളെ, ഒരു 4 വർഷം പിറകിൽ, ഒരു 5 വർഷമൊക്കെ ആയി കാണുമെന്ന് എനിക്ക് തോന്നുന്നത്, 4 വർഷം പിന്നിൽ സംഭവിച്ചൊരു കാര്യമാണിത്. ഒരു പന്തളംകാരനായ ഒരു ആളാണ് ഇപ്പോൾ ഇത് റീപോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇത് വൈറലാക്കിയത്. അന്ന് ഈ സഹോദരി ഈ കാര്യത്തെക്കുറിച്ച്
ഡെഡ് ബോഡിയുടെ മുമ്പിൽ നിന്ന് പറയുമ്പോൾ ഞാൻ വിദേശത്തിരുന്ന് അതിന് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു. അന്ന് അതിനെ എതിർത്തുകൊണ്ടൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരി പറയുന്ന ആ വാക്കുകളൊന്ന് കേൾക്കാം. ദൈവനാമം ദുഷിക്കപ്പെടുവാൻ നമ്മൾ മൂലം ഒരിക്കലും ഇടവരരുത്. ഈ കാലത്ത് വളരെ ബുദ്ധിയുള്ളവരായിരിക്കണം. പ്രാവിനെ പോലെ നിഷ്കളങ്കതയും പാമ്പിനെ പോലെ ബുദ്ധിയും വേണം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇനിയുള്ള കാലം വളരെ ആലോചിച്ചായിരിക്കണം. ഇപ്പൊ നമ്മൾ ഈ മെസ്സേജുകൾ പറയുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ഈ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എത്ര സൂക്ഷ്മതയോടെ ആയിരിക്കണം. അതിന്റെ എല്ലാ വശങ്ങളും പരിഗണിച്ചിട്ട് മാത്രമേ സോഷ്യൽ മീഡിയയിൽ അത് അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബുദ്ധിമോശം കൊണ്ടൊക്കെ ചിലത് കാണിക്കും, പക്ഷെ അത് മുഴു ക്രിസ്ത്യാനിത്വത്തെയും ബാധിക്കും. അല്ലെങ്കിൽ മുഴു പെന്തക്കോസ് ലോകത്തെ ആയിരിക്കും ചിലപ്പോൾ ബാധിക്കുന്നത്, അല്ലെങ്കിൽ മുഴു ക്രിസ്തീയ ലോകത്തെയും ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. അത് ഒരു സെക്കൻഡ് ഒരു കാര്യം കൂടെ പറയാം. തിരുവല്ല ഭാഗത്തുള്ള ഒരു പാസ്റ്റർ അവരുടെ സഭായോഗം ഈ കൊറോണ കാലത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ആത്മാവിൽ ആരാധിക്കുന്ന വീഡിയോ, ആ ഭാഗം അവരങ്ങനെ തന്നെ എടുത്ത് യൂട്യൂബിലിട്ടു. അവർ അന്യഭാഷ പറയുന്നു, ആത്മാവിൽ ആരാധിക്കുന്നു. അപ്പൊ നമുക്കറിയാം ആ സമയത്ത് അവര് ദൈവസന്നിധിയിൽ എല്ലാം മറന്നിരുന്ന് അവരുടെ ശരീരങ്ങളെ സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൽ ആരാധിക്കുകയൊക്കെയാണ്. അത് നമുക്കറിയാവുന്ന കാര്യമാണല്ലോ അത് എങ്ങനെയായിരിക്കുമെന്ന്. അതിന്റെ വീഡിയോ എടുത്ത് നമ്മൾ എന്തിനാ യൂട്യൂബിലിടുന്നേ? എന്നിട്ട് ആ വീഡിയോ എടുത്ത് കട്ട് ചെയ്ത് ആൾക്കാര് നമ്മൾ ദൈവവചനം പ്രസംഗിക്കുന്നത്, പാട്ട് പാടുന്നതും ഒക്കെ യൂട്യൂബിലിടാം. ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളെ ഒരു സ്വകാര്യതയാണ്. ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ഒരു സ്വകാര്യതയാണ്. ഞാൻ എൻ്റെ കർത്താവിനെ വ്യക്തിപരമായി ആരാധിക്കുകയാണ്. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കും. അങ്ങനെ ആരാധിക്കുന്നതും നമ്മളുടെ ഒരു സ്വകാര്യതയാണത്. ആ ഭാഗങ്ങൾ അങ്ങനെയുള്ള സമയത്ത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ അവരെല്ലാം മറന്നാണ് ദൈവസന്നിധിയിൽ ശരീരചലനങ്ങളും എല്ലാ കാര്യങ്ങളും. ഇത്രയും പറയുമ്പോൾ ബാക്കി പൂരിപ്പിക്കാം നിങ്ങൾക്ക്. അതെടുത്ത് നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ പരിജ്ഞാനമില്ലാത്ത ജാതികൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് എന്തെല്ലാം ഭാഷകളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഏതെല്ലാം ഭാഷയിൽ അവർ, നമ്മൾ മറുഭാഷയായിരിക്കും പറഞ്ഞ ദൈവസന്നിധിയിൽ, അവർ പറയുന്ന ഭാഷ വേറെയാ. ഇതിനൊന്നും അവസരം നമ്മൾ കൊടുക്കണ്ട. നമ്മളിതൊക്കെ യൂട്യൂബിലിട്ട് അതിന്റെ പ്രചാരത്തിൽ 5-6 ചില്ലറ കിട്ടുമെങ്കിൽ അതിൽ നല്ലതല്ല തോർത്ത് വിരിക്കാൻ പോകുന്ന തോർത്ത് അത് വിരിച്ചു കഴിഞ്ഞാൽ ആളുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ലാതെ ഇങ്ങനത്തെ പരിപാടിക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് സുവിശേഷ സന്ദേശം ലോകത്തെ അറിയിക്കാം. അതുപോലെ ദൈവമക്കളെ വചനം പഠിപ്പിക്കാൻ പാകത്തിനുള്ള പഠന ഭാഗങ്ങൾ ഇത്തരം മീഡിയകളിൽ അപ്ലോഡ് ചെയ്യാം. അല്ലാത്ത കാര്യങ്ങൾ കഴിവതും അപ്ലോഡ് ചെയ്യാതിരിക്കുക. ശവടക്കിന്റെ കാര്യങ്ങളാകട്ടെ കല്യാണത്തിന്റെ കാര്യങ്ങളാകട്ടെ നല്ല സൂക്ഷ്മതയോടെ നോക്കിയിട്ട് മാത്രമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, പബ്ലിക്കിലേക്ക് പോകുന്നത്. പബ്ലിക് പലതരം സ്വഭാവക്കാരാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ശവടക്ക് അതിലെ അപകടം ഞാൻ പറയാം. വീഡിയോ ഒന്ന് കണ്ടിട്ടാട്ടെ. സ്തോത്രം. ഈ അവസാന നിമിഷത്തിൽ ഹല്ലേലൂയ 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 ഞാൻ ഒന്ന് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തിന് എൻ്റെ പ്രിയപ്പെട്ടവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരാൾ മരിച്ചുവെന്ന് കേൾക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ആ ആളിന്റെ ശവമടക്കത്തിന് ഹല്ലേലൂയ വട്ടം കൂട്ടുന്നതിന് മുമ്പ് ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ ശുശ്രൂഷയ്ക്കായി എന്തുകൊണ്ട് പെന്തക്കോസ്ത് ഹല്ലേലൂയ പ്രതീക്ഷിക്കുന്നില്ല? പെന്തക്കോസ്ത് ശക്തി എവിടെ പോയി? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ എത്രയോ പേരെ പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിച്ചിരിക്കുന്നില്ല. ഈ ഇത്രയും പറഞ്ഞതിന് ഒരു ചെറിയ വിശദീകരണം തന്നിട്ട് മുൻപോട്ട് പോകാം. അതായത് നമ്മുടെ വാത്സല്യ സഹോദരി പറയുന്നത്, ഞാൻ പറഞ്ഞു 4-5 വർഷം മുമ്പ് സംഭവിച്ചതാണ്. ഈ സഹോദരിയുടെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. അതെല്ലാം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഇന്ന് വേർപെട്ടവർക്ക് വലിയ ബാധ്യതയായി തീർന്നു. ഈ വീഡിയോ വലിയ അപമാനമായി തീർന്നു. അതിന് അവസരം കൊടുക്കരുതായിരുന്നു. പറഞ്ഞത് മണ്ടത്തരമാണ്. ഒരാൾ മരിച്ചെന്ന് കേൾക്കുമ്പോൾ ഉടനെ ശവാടക്കിനെ കുറിച്ചാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഉയർപ്പിനെ കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ലെന്ന്? താൻ ഏത് മണ്ണിലാണ് നിൽക്കുന്നത്? പുതിയ നിയമത്തിന്റെ മണ്ണിലാണോ? പുതിയ നിയമസഭയുടെ ഭാഗമാണെങ്കിൽ ആദ്യത്തെ ഉയർപ്പ് നടക്കേണ്ടത് സ്തേഫാനോസിന്റെയാണ്. എന്തുകൊണ്ട് സ്തേഫാനോസ് ഉയർത്തില്ല? അവിടെ അനന്യാസും സഫീറയും വീണു. അത് സ്തേഫാനോസ് മരിച്ചതുപോലെയല്ല, അത് പട്ടുപോയതാന്ന് നമുക്കറിയാം. എങ്കിലും അവരെ ഉയർപ്പിച്ചു കൊണ്ടുവന്ന് വേണേ മാനസാന്തരപ്പെടുത്താലോ. എന്തുകൊണ്ട് അവിടെ ഉയർപ്പ് നടന്നില്ല? യാക്കോബ്
അകാലത്തിലാണ് മരിക്കുന്നത്. അതായത് യോഹന്നാന്റെ സഹോദരനായ യാക്കോബ് ഹെരോദാവിനാൽ കൊല്ലപ്പെട്ടു, വാളിനാൽ അറുക്കപ്പെട്ടു. അങ്ങനെ യാക്കോബ് ആദ്യം രക്തസാക്ഷിത്വം വരിച്ച അപ്പസ്തോലനാണ്. അതിനു മുമ്പ് സ്തെഫാനോസ് ഉണ്ട്. ഈ അപ്പസ്തോലന്മാരുടെ ഗണത്തിൽ പറയുമ്പോൾ യാക്കോബിന്റെ പേരാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. പിന്നീട് മറ്റ് അപ്പസ്തോലന്മാരെല്ലാം യോഹന്നാൻ ഒഴിച്ച് എല്ലാവരും രക്തസാക്ഷിത്വം വരിച്ചു. പൗലോസ് രക്തസാക്ഷിത്വം വരിച്ചു. അവരൊക്കെ മരിച്ചത് 99 വയസ്സിലല്ല. അവരെല്ലാം അതിലൊക്കെ കുറഞ്ഞ പ്രായത്തിൽ അവരൊക്കെ മരിച്ചത്. പൗലോസിന്റെ കാര്യം പറഞ്ഞാൽ 60, 65, 67 അതിൽ കൂടുതൽ കൂട്ടാനില്ല. മാക്സിമം ഒരു 67 വയസ്സൊക്കെ. ദൈവം പറഞ്ഞ കണക്കാണെങ്കിൽ 70 ഏറിയാൽ 80 അപ്പോ പൗലോസ് ആകുമ്പോ 70 വിടണ്ട, 80 വരെ പോട്ടെ ശുശ്രൂഷ ചെയ്ത്. അപ്പൊ പൗലോസിനെ ഉയർപ്പിക്കാം. പക്ഷെ ദൈവം അതിനുള്ളൊരു സാധ്യത തുറന്നില്ല. ഇത് പുതിയ നിയമ ക്രിസ്തീയ പഠനമല്ല. നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് വിശ്വാസ വീരന്മാരുടെ പട്ടികയുണ്ട്. അതിൽ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ തിരിച്ചു കിട്ടിയ കാര്യം വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം അവിടെയുണ്ട്. പഴയ നിയമത്തിൽ മരിച്ചുപോയ എല്ലാവരും ഉയർത്തു വന്നിട്ടില്ല സഹോദരങ്ങളെ. പഴയ നിയമത്തിൽ മരിച്ചുപോയി അനേകർ മരിച്ചുപോയി, അവരെല്ലാം ഉയർത്തു വന്നിട്ടില്ല. അവിടെ ഒരു വാക്യത്തിലുണ്ട്, വിശ്വാസത്തിന്റെ ആ തീവ്രതയിൽ ദൈവം തന്റെ മഹത്വത്തിനായിട്ട് ചില പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. പഴയ നിയമത്തിൽ അങ്ങനെ ചിലർ ഉയർത്തിയിട്ടുണ്ട്. അത് എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിലും നമ്മുടെ കർത്താവ് പലരെ ഉയർപ്പിച്ചിട്ടുണ്ട്. അതായത് ക്രൂശിന് മുമ്പ്, ക്രൂശിന് ശേഷവും സംഭവിച്ചിട്ടുണ്ട്. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം സഭ ആരംഭിക്കുന്നു. സഭയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ സഭയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പത്രോസ് യോപ്പയിൽ കടന്നു വന്ന് നമ്മുടെ സഹോദരി തബീതയെ ഉയർപ്പിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന കാര്യം അത്. പൗലോസ് നമ്മുടെ യൂത്തിക്കോസിനെ ഉയർപ്പിക്കുന്നുണ്ട്. ഇനി അങ്ങനെ പല പേരുകളും നമുക്ക് പറയാനുണ്ട്. വ്യാപകമായിട്ട് മരിച്ച ആളുകളെ എല്ലാം അപ്പോസ്തലന്മാരോ ആദിമ ശുശ്രൂഷകരോ ഉയർപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഭൂമിയിൽ മരണം ഉണ്ടാവുമോ? ഈ ഭൂമിയിൽ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു പോവില്ലേ? അപ്പൊ അത് ദൈവത്തിന്റെ കാര്യപരിപാടിയല്ല. ആദിമസഭ മരിച്ച മനുഷ്യരെ എല്ലാം അടക്കുകയാണ് ചെയ്തത്. എല്ലാവരും ഉയർപ്പിക്കാനായിട്ട് അവർ വെച്ചോണ്ടിരുന്നില്ല. പ്രത്യേകമായ ഗൈഡൻസ് ലഭിച്ച കേസുകൾ മാത്രമാണ് അങ്ങനെ ഉയർപ്പിച്ചത്. പ്രത്യേകമായ ഗൈഡൻസ്. യൂത്തിക്കോസിന്റെ കാര്യത്തിൽ പൗലോസിന് വ്യക്തമായ ഗൈഡൻസ് കിട്ടി. ഇവനെ ഉയർപ്പിക്കേണ്ടതുണ്ട് ദൈവനാമ മഹത്വത്തിനായിട്ട്. അതുകൊണ്ട് യൂത്തിക്കോസിനെ ഉയർപ്പിച്ചു. ആ യോപ്പയിലുള്ള സഹോദരി മരിച്ചു കഴിഞ്ഞപ്പോ ആ സഹോദരിയെ ഉയർപ്പിക്കണമെന്ന്, അല്ലെങ്കിൽ അവിടെ ഒരു ശുശ്രൂഷ ഇങ്ങനെ ചെയ്തെടുക്കണമെന്നുള്ളത് പത്രോസിന് പ്രേരണ കിട്ടി. പത്രോസ് വളരെ കോൺഫിഡൻസിലാണ് ആ സഹോദരിയെ എഴുന്നേറ്റ് വരാൻ പറഞ്ഞത്. ഉറപ്പുണ്ടത് എനിക്ക്, ഗ്യാരണ്ടി, അതായത് പാളിപ്പോവോ ഇല്ലയോ എന്നുള്ള ആ ഒരു ചിന്തയിലല്ല, ഉറപ്പിച്ച പറയുന്നത് എഴുന്നേറ്റ് വരാൻ. ഇവിടെ നമ്മുടെ വാത്സല്യ സഹോദരി തുടർന്ന് പറയുന്നുണ്ട് എഴുന്നേറ്റ് വരണമെന്ന്. പക്ഷെ വന്നില്ല. അപ്പൊ ദൈവനാമം എന്തായി പോയി അവിടെ? ഓക്കെ, ഇനി നമ്മുടെ ഭർത്താവ് മരിച്ചു കിടക്കുന്നു, അല്ലെ പ്രിയപ്പെട്ടവർ മരിച്ചു കിടക്കുന്നു, ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പമെന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു മറുപടി തരാം. നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവര് ശുശ്രൂഷകരുമായവര് അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് അതിന്റെ ആ 4 വാതിലുകളുണ്ടല്ലോ 4 സൈഡില്, അതങ്ങ് അടച്ചേക്കുക. ആ വീഡിയോ പിടിച്ചോണ്ടിരിക്കുന്ന ആൾക്ക് ഒരു ചായയും കൊടുത്ത് കുറച്ചു നേരം പുറത്തു പോയി വിശ്രമിക്കാൻ പറയുക. ആ വീഡിയോ ക്യാമറയൊക്കെ ഓഫ് ചെയ്യുക. അതെന്തിനാ അത് ഓൺ ചെയ്ത് വെക്കുന്നത്? ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് യൂട്യൂബിൽ കൊണ്ടുപോയിട്ടിട്ട് എന്ത് പുണ്യം കിട്ടി? ഇപ്പോ അമ്മാനമാടി കളിക്കുക ആൾക്കാർ. ഞാൻ ഈ പറയുന്നതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് എന്തായാലും പിടികിട്ടിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് നിങ്ങൾ തന്നെ കാണണം, ആളുകളുടെ കമന്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ. 21-ാം നൂറ്റാണ്ടിൽ ഇത്തരം പ്രാകൃതക്കാരുണ്ടോന്നാ ചോദിക്കുന്നത്. അതിന് എരുതിയിൽ എണ്ണയൊഴിക്കാൻ വേറൊരു കൂട്ടം ആൾക്കാരുണ്ട്. അവരുടെ പേരാണ് ബ്രദറുകാര്. അപ്പൊ ഞാൻ ചില ബ്രദറുകാരോട് ചോദിച്ചു, ദൈവത്തിന് അസാധ്യമായ കാര്യമാണോ ബ്രദർ? ദൈവത്തിന് ഒരാളെ ഉയർപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഉയർപ്പിക്കാൻ മേലെ? അപ്പൊ അവര് പറയുന്നു 1-ാം നൂറ്റാണ്ടിൽ ദൈവം ഉയർപ്പിക്കും, 2-ാം നൂറ്റാണ്ടിൽ ഉയർപ്പിക്കില്ലെന്ന്. ദൈവം ഉയർപ്പിക്കുന്ന കാര്യപരിപാടി 1-ാം നൂറ്റാണ്ട് കൊണ്ട് അവസാനിച്ചു. 2-ാം നൂറ്റാണ്ട് മുതൽ ഒരു മനുഷ്യനെ ദൈവം ഉയർപ്പിക്കില്ലെന്നാണ് അവര് പറയുന്നത്. അതെന്ത് വർത്തമാനം? ദൈവത്തിന് ഏത് കാലത്തും ആരെയും ഉയർപ്പിക്കാൻ കഴിയും. പക്ഷെ നമ്മളിത് പരിജ്ഞാനത്തിൽ ചെയ്യണം. ഇവിടെ പരിജ്ഞാനക്കേട് വന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രതിസന്ധി വന്നത്. ഇത് ഇങ്ങനെ യൂട്യൂബിൽ കൊണ്ടുപോയിട്ട് ഇനി അതൊന്ന് ഓൺ ചെയ്തേ, അടുത്ത മണ്ടത്തരം അത് ഈ പറയുന്നത് കേൾപ്പിക്കാം.
നമ്മുടെ ശക്തിയിലേക്ക് മടങ്ങി വരാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ദൈവദാസന്മാരെ, ഹല്ലേലൂയ. ലാസറിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് പ്രസംഗിക്കുന്നവരല്ലേ നമ്മൾ? ഹല്ലേലൂയ. എന്തുകൊണ്ട് അതിവിടെ സംഭവിച്ചുകൂടാ? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ അന്നേരം ഞാൻ കർത്താവിനോട് ഒരു വാക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു, കർത്താവേ, അവസാന നിമിഷം വരെ ഞാൻ വിശ്വസിക്കാം. ഹല്ലേലൂയ. നിന്റെ മകൻ വേല തികയ്ക്കാതെയാണ് പോയതെങ്കിൽ, നിന്റെ മകൻ ഹല്ലേലൂയ, 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 ഇവിടുത്തെ വേല എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ, അല്ല കേരളക്കര, ലോകം മുഴുവൻ ഹല്ലേലൂയ, ഒരുവന്റെ ഫ്യൂണറൽ സർവീസ് ഒരു റിസറക്ഷൻ സർവീസായി മാറുന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ, നിനക്ക് കാണിക്കാൻ പദ്ധതിയുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, അത് ചെയ്തെടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയും. ഈ ഭാഗത്ത് വാത്സല്യ സഹോദരി പറയുന്നത്, അദ്ദേഹത്തിന്റെ വേല തികച്ചെങ്കിൽ ഓക്കെ, തികച്ചില്ലെങ്കിൽ മടക്കി തരണമെന്നാണ്. അപ്പോ ഏതാണ്ട് ഒന്നുറങ്ങിക്കിടന്ന സമയത്ത് ദൈവത്തിന് അബദ്ധം പറ്റി എന്നുള്ള രീതിയിലല്ലേ പറഞ്ഞു വരുന്നത്. വേല തികച്ചില്ലെങ്കിൽ ആ വ്യക്തിയെ ദൈവം തിരിച്ചു വിളിക്കുവോ? എന്ത് മണ്ടത്തരമായി പറയുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ അക്രൈസ്തവരിൽ നിന്നും സമുദായ സഭക്കാരിൽ നിന്നും ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയും? നമ്മൾ വായടഞ്ഞു പോവാണ്. ആളുകളുടെ ചോദ്യത്തിന് ഫലപ്രദമായി നമ്മൾ മറുപടി പറയണ്ടേ? ഇതെങ്ങനെ മറുപടി പറയുന്നു? നിങ്ങൾ പറ. സമയത്തിന് മുമ്പ് ഒരുവനെ ദൈവം വിളിക്കുവോ? ചില മരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പുസ്തകത്തിൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്ന സമയം മുതൽ ക്രൂശീകരണം വരെയുള്ള ആ പീരീഡിൽ കർത്താവ് പലരെ ഉയർപ്പിച്ച കാര്യം നമ്മൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് സഭ ആരംഭിക്കുന്നു. തന്റെ അപ്പോസ്തലന്മാരിലൂടെയും ഇതേ കാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാല് വ്യാപകമായിട്ട് മരിക്കുന്ന ആളുകളെ എല്ലാം ഉയർപ്പിക്കുന്ന ഒരു കാര്യപരിപാടിയല്ല പുതിയ നിയമ സഭയിൽ നാം കാണുന്നത്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ 2 വാക്യം. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 19ഉം 20ഉം വാക്യങ്ങൾ. മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 19 and 20. കർത്താവായ യേശു അവരോട് അരുളി ചെയ്ത ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നു. അവർ പുറപ്പെട്ട എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോയി. 20ാം വാക്യം ഒന്നുകൂടെ നോക്കിയാൽ, അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പോൾ ആ കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടന്നത് സഭയ്ക്കകത്ത് ആള് വരാൻ വേണ്ടിയിട്ടല്ല. സഭയിൽ ആളെ കൊണ്ടുവരാൻ അത്ഭുതം അടയാളമൊന്നും വേണ്ട, അതിന് സുവിശേഷം പ്രസംഗിച്ചാൽ മതി. അപ്പൊ ഇതിന്റെ കൂടെ ഈ അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ സംഭവിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ദൈവം അന്നും ചെയ്യും, ഇന്നും ചെയ്യും. മുന്നമേ ഏതോ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ മരിച്ചുപോയ വ്യക്തിജീവിതങ്ങൾ മടങ്ങി വന്ന ചരിത്രം എനിക്കും അറിയാം. മരിച്ചുപോയി മോർച്ചറിയിലേക്ക് കൊണ്ടുപോയ ബോഡി ഉയർത്തു വന്ന 2 സഹോദരിമാരെ വടക്കേ ഇന്ത്യയിൽ എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ കാര്യം ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോ ബ്രദറുകാർ എന്നോട് ചോദിച്ചു അവിടെ അഡ്രസ്സും ഡീറ്റെയിൽസും തരണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 10 വർഷം മുമ്പ് അവരെ പരിചയപ്പെട്ടതാണ്. അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തില് ഈ വ്യക്തി ജീവിതങ്ങൾ യൗവനക്കാരായ സഹോദരിമാരാണ്. ഇപ്പൊ അവർ കല്യാണമൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയി. അവര് അക്രൈസ്തവ സാഹചര്യത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. അവർ മരിച്ചതിന് ശേഷം സ്വാഭാവികമായ കാര്യങ്ങൾക്ക് അതിന് ക്രിയകളുണ്ടല്ലോ. ആ ക്രിയകളിലേക്ക് പോകുന്ന സമയത്താണ് ദൈവം ഒരു ദൈവദാസനെ, പ്രായമുള്ള ഒരു ദൈവത്തിന്റെ ദാസനെ ഈ കാര്യത്തിന് ചുമതലപ്പെടുത്തിയത്. അവിചാരിതമായി അവിടെ കടന്നു വരാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. അങ്ങനെ വന്നപ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിച്ചു, ഇവിടെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഈ പറയപ്പെട്ട 2 പെൺകുട്ടികളും, അത് 2 സമയത്ത് 2 കാലാവസ്ഥയിൽ ആണിത് സംഭവിച്ചത്. ഞാൻ 2 കാര്യം പറഞ്ഞെന്ന് മാത്രം. അത് എനിക്കറിയാമെന്നാ പറഞ്ഞത്, എനിക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ആ ദൈവദാസൻ ജീവിച്ചിരുന്ന കാലത്ത് അനേകർ ആ ദേശങ്ങളിലെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. പുള്ളിക്കാരൻ രാവിലെ ഇറങ്ങുകയാണ്, മരിച്ചവരെല്ലാം ഉയർപ്പിക്കാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ വല്ലതും നടക്കുവോ? ദൈവം അനുവദിച്ച കാര്യം അതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഈ പറയപ്പെട്ട വേറെയും 1-2 കേസും കൂടി ഉണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല.
ഒരു പ്രസംഗത്തിലൊക്കെ പറയുന്ന കേട്ടിട്ടേ എനിക്ക് അറിവുള്ളൂ. പക്ഷെ എൻ്റെ വ്യക്തമായ അറിവിലും ബോധ്യത്തിലും ഈ സഹോദരിമാര് ഉണ്ടാക്കിയ ചായ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് നേരിട്ട് കുടിച്ച ആളാ ഞാൻ. ഈ ചിതയിലേക്ക് വെക്കേണ്ട സഹോദരിമാര് ദൈവത്തിന്റെ പ്രവൃത്തിയാൽ എഴുന്നേറ്റ് വന്നു. ഇപ്പൊ ഇതൊരാള് ക്രിസ്ത്യാനിത്വമായിട്ട് ബന്ധമില്ലാത്ത ആള് കേട്ടാൽ അവൻ എന്ത് കമന്റ് ആയിരിക്കും പറയാൻ പോകുന്നത്? ഇവർക്ക് ഭ്രാന്താണോ എന്നല്ലേ ചോദിക്കാൻ പോകുന്നത്. ആളുകൾ മരിച്ചതിന് ശേഷം ഇങ്ങനെ സംഭവിക്കുമെന്നോ? അതിനാണ് മറുപടി. ഞങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. മരണത്തിന്റെയും ജീവന്റെയും എല്ലാത്തിന്റെയും അധികാരിയാണ്. ജീവനെ കൊടുക്കാനും വാങ്ങാനും ഒക്കെ കഴിവുള്ളൊരു ദൈവത്തെയാണ് സേവിക്കുന്നത്. ദൈവം തന്റെ നാമമഹത്വത്തിനായിട്ട്, തന്റെ രാജ്യത്തിനായിട്ട് ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ഈ എപ്പോഴും സംഭവിക്കണമെന്നില്ല. ദൈവത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയുമാണ്. അല്ലാതെ ഒരിക്കൽ മരണവും പിറ്റേ ദിവസം ഉയർപ്പുമല്ല. ഒരിക്കൽ മരണവും പിന്നെ ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ്. മരിച്ച വ്യക്തിയുടെ പ്രാണൻ അല്ലെങ്കിൽ മരിച്ച വ്യക്തിയുടെ പ്രാണനും ആത്മാവും വിശ്രമ സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. അപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തെ, സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ അല്ലെങ്കിൽ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, അവരുടെ ശരീരത്തെ ഈ ഭൂമിയിൽ മറവ് ചെയ്യുന്നു. നമ്മൾ അടക്കുക എന്ന് പറയും. അടക്കുമ്പോ വലിയൊരു പ്രത്യാശയോടുകൂടി കൊണ്ടുപോയാണ് അടക്കുന്നത്. റിസറക്ഷൻ സർവീസ് അവിടെ നടന്നില്ലെങ്കിലും ആ മരിച്ച വ്യക്തിയുടെ ഭാര്യയാകട്ടെ അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തിയുടെ ഭർത്താവാകട്ടെ, ആരുമാകട്ടെ, ഭാര്യയോ ഭർത്താവോ മക്കളോ എന്തു ആകട്ടെ, അവര് അലമുറയിട്ട് കരയാറില്ല. മാറത്തടി വളരെ കുറവായിരിക്കും, എണ്ണിപ്പറക്കൽ വളരെ കുറവായിരിക്കും. എണ്ണിപ്പറക്കൽ എന്ന് പറഞ്ഞാൽ സഹോദരിമാരെന്റെ മുമ്പിൽ ഒത്തിരി പേര് ഇരിപ്പുണ്ട്, അവർക്കറിയാം. മരണ വീടുകളിലൊക്കെ എണ്ണിപ്പറക്കുന്ന അറിയാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ച് മീൻ വെട്ടിയതാണല്ലോ, ത്രേസ്യമ്മയുടെ കൂടെ ഇരുന്ന് മീൻ വെട്ടിയതാണല്ലോ, പിന്നെ നമ്മൾ ചായ കുടിച്ചത് അവിടെ ഒരുമിച്ചായിരുന്നല്ലോ, അയ്യയ്യോ അയ്യയ്യോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറയാം. അതിനാണ് എണ്ണിപ്പറക്കൽ എന്ന് പറയുന്നത്. പുരുഷന്മാർ അത്ര എണ്ണിപ്പറക്കാറില്ല. അപ്പം വാസ്തവമായി വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈതൽ രക്ഷാനിർണയം പ്രാപിച്ച് ദൈവകൃപയിലും പരിശുദ്ധാത്മാവിലും ജീവിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അവന് ഉത്തമ ബോധ്യമാണ്. അതുകൊണ്ട് ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ അലമുറ കുറവായിരിക്കും, മാറത്തടിയും കുറവായിരിക്കും. അവര് ഈ പറയപ്പെട്ട ആ ശരീരം, ഭൗതിക ശരീരം ആ മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ കുരിന്ത് ലേഖനത്തിലെ തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യങ്ങളൊക്കെ അവരുടെ പ്രിയങ്കരായ ശുശ്രൂഷകർ വായിക്കും, കൂട്ടു സഹോദരങ്ങൾ വായിക്കും. അവിടെ നിന്ന് പ്രത്യാശയുടെ ഗീതങ്ങൾ പാടും. തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം വായിച്ച് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും എന്ന് പറഞ്ഞ് കാര്യങ്ങളെ പൂർത്തിയായി പറഞ്ഞാണ് ആ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നത്. ഇത് അവിടെ അവസാനിക്കുന്നൊന്നും പറഞ്ഞല്ല. ഈ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് ഈ താഴ്ചയുള്ള ശരീരം, ഈ മൺമയമായ ശരീരം ഒരു നാൾ ഉയർത്തുവരും. അതാണ് ക്രിസ്തീയ പ്രത്യാശ. പ്രാണനും ആത്മാവും വിശ്രമത്തിലാണ്. അത് കാഹളം ധനിക്കുമ്പോൾ ഒത്തുചേർന്ന് കർത്താവിന്റെ മുൻപിലേക്ക് വരികയാണ്. മേഘങ്ങളിൽ അവനെ എതിരേൽപ്പാൻ അവന്റെ അടുക്കിലേക്ക് വരികയാണ്. പിന്നത്തേതിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ജീവിതം തുറക്കപ്പെടുകയാണ്. അതാണ് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വിശുദ്ധന്മാരുടെ ജീവിതം അനാവരണം ചെയ്യുകയാണ്. അവർ കർത്താവിനെ കണ്ടുമുട്ടിയ സമയം മുതൽ അവരുടെ മരണം വരെ അല്ലെങ്കിൽ കാഹളം വരെ അവരെങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യത്തിന്റെ ഒരു രൂപരേഖ അവരുടെ മുമ്പിൽ തുറന്നു കാണിക്കും. സകല കാര്യങ്ങളും. പലരും ഇപ്പോ ഭയപ്പെടുന്നുണ്ടാവും. സഹോദരങ്ങളെ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒരു കാര്യവും തുറക്കില്ല കേട്ടോ. ഒരു ഫയലും തുറക്കില്ല. ആ ഫയലെല്ലാം ആഴിയുടെ അഗാധതയിൽ മുക്കിക്കളഞ്ഞു. നമ്മുടെ ജീവിതത്തിലെ സകല പാണ്ടക്കെട്ടുകളും കർത്താവ് ആഴിയുടെ അഗാധതയിൽ മുക്കിക്കളഞ്ഞു. എന്നാൽ അവനെ കണ്ട ഒരു മാത്രയുണ്ട്, മീൻസ് ഒരു സമയമുണ്ട്. അവിടെ മുതൽ നമ്മൾ എവിടെ അവസാനിക്കുന്നോ അല്ലെങ്കിൽ മരണം എപ്പോ വരുന്നോ അവിടം വരെയുള്ള സകല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രഹസ്യത്തിൽ ചെയ്തതും പരസ്യത്തിൽ ചെയ്തതും ചിന്തകളും എല്ലാം നമ്മുടെ മുമ്പാകെ സ്ക്രീനിൽ തുറന്നു വരും. എല്ലാം കാണിക്കും. എല്ലാം കാണിച്ചിട്ടാണ് 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ശരീരത്തിൽ ഇരുന്നപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്തോ അതിനനുസരിച്ച് തക്കതായ ന്യായവിധി, ന്യായമായി പ്രതിഫലങ്ങളെ വീതിക്കും. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, ചിലർക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല. ചിലര് യോഗ്യമായ നിലയിൽ പ്രതിഫലങ്ങൾ വാങ്ങും. യോഗ്യമായ നിലയിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവനും വിശ്വസ്തയുമായ ദാസിയെ എന്നൊക്കെയുള്ള വിളി ചിലരൊക്കെ കേൾക്കും. ആരൊക്കെ കേൾക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും അങ്ങനെ കേൾക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദീർഘനാളുകൾ
ശക്തമായി ഈ സത്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രിയ സഹോദരി പറഞ്ഞ പോലെ അസമയത്ത് ദൈവം ബോധമില്ലാതെ വിളിച്ചതല്ല പ്രിയരെ, ദൈവത്തിന്റെ സമയത്താണ് ആ പ്രിയപ്പെട്ടവരെ വിളിച്ചത്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഇച്ചിരി കടത്തി പറയാം. ഈ പ്രിയപ്പെട്ടവര് ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പാടിനടുത്തുള്ള പ്രിയപ്പെട്ടവരാണ്. അതേസമയം അവര് ദീർഘകാലം ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നത്. ആ മരിച്ചു കിടക്കുന്ന ഒരു പാസ്റ്ററാണ്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഈ സംസാരിച്ചത്. അവർ മസ്കറ്റിലായിരുന്നു. അവരൊരു ന്യൂ ജനറേഷൻ ചർച്ചിന്റെ ഉടമസ്ഥരായിരുന്നു. ന്യൂ ജനറേഷൻ പെന്തിക്കോസ് കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ന്യൂ ജനറേഷനും ക്ലാസിക്കൽ പെന്തിക്കോസും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ നിങ്ങൾ ചോദിക്കരുത് ക്ലാസിക്കൽ പെന്തിക്കോസ് എവിടെയാണ്, എനിക്ക് കണ്ടുപിടിച്ച് തരാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അപ്പം എന്നെ കുഴയ്ക്കരുത്. എന്തായാലും ന്യൂ ജനറേഷൻ ഇങ്ങനത്തെ അപകടങ്ങളുണ്ട്. അവർ വളരെ എക്സ്ട്രീമായിട്ട് ചിന്തിക്കും പല കാര്യങ്ങളും, യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാതെ. ചിലപ്പോൾ അവർ ആത്മാവങ്ങ് കയറിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇരിക്കുന്ന ഇരിപ്പിൽ കസേര എടുത്ത് തലയിൽ വെക്കും, ചിലപ്പോൾ കസേരയുടെ മുകളിൽ കയറും, ചിലപ്പോൾ കസേര തല്ലിപ്പൊളിക്കും. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ചെയ്ത് കളയും. നമ്മൾ അങ്ങനത്തെ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലേ കഴിഞ്ഞ നാളുകളിൽ. അപ്പോൾ ഒരു 5-8 വർഷമായിട്ട് ഇച്ചിരി ശമനമുണ്ട്. ഇപ്പോൾ ഈ കൊറോണ ഒക്കെ കഴിഞ്ഞ് അവരെല്ലാം പുറത്തേക്ക് പതിയെ തലനീട്ടി വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് ഒരു ചെറിയ പരസ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. പുതുവീഞ്ഞ് അവര് വിളമ്പാൻ പോവുക എന്നുള്ളത്. ചാത്തന്നൂരിലുള്ള ഒരു കൊച്ചനും കോഴഞ്ചേരിയിലുള്ള ഒരു വിദ്വാനും ബാംഗ്ലൂരിലെ ഇവരുടെ എല്ലാം ഗോഡ് ഫാദർ, ബാംഗ്ലൂരിലൊരു അങ്കിളുണ്ട്. അപ്പൊ അവരൊക്കെ കൂടിയിട്ട് ഈ പുതുവീഞ്ഞ് പകരാൻ തുടങ്ങിയാണ്. അപ്പൊ ഇവരെല്ലാം പകർന്ന് ഇത് ഇങ്ങനെ ഒരു പരുവത്തിലാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ അപഹാസ്യമാക്കി. ഇപ്പൊ ബാംഗ്ലൂരിലുള്ള വല്യപ്പച്ചൻ നാട്ടുകാരുടെ മുമ്പിൽ നമുക്ക് നല്ല ഒരു നില ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പുള്ളി പറയുന്നത് മുഷിഞ്ഞ നോട്ടൊന്നും വേണ്ടെന്നാ, മുഷിഞ്ഞതൊക്കെ നീ വേറൊരിടത്തും കൊണ്ടുപോയി കൊടുക്കുക, എനിക്ക് പടപടാന്ന് പിടയ്ക്കുന്ന നോട്ടാണ് വേണ്ടത്, എനിക്കതാണ് ഇഷ്ടം, ഞാൻ അങ്ങനെയാ കൈകാര്യം ചെയ്യാറ്. ഞാൻ പറഞ്ഞില്ലേ ഈ പുറത്തുള്ള സംഘപരിവാരങ്ങൾ അതുങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തായിരിക്കും പറയുന്നത്? മുഷിഞ്ഞ നോട്ടിലുള്ള സീൽ ആരുടെയാ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറുടെ അല്ലേ? അത് കിട്ടിയ എന്നാ കുഴപ്പം? ദൈവത്തിന് മുഷിഞ്ഞതും പടപടാതെ പിടയ്ക്കുന്നതും അങ്ങനെയുള്ള കാര്യമൊക്കെ വേദപുസ്തകത്തിലുണ്ടോ? അപ്പൊ നമ്മളെ വെറുതെ അപഹാസ്യരാക്കാൻ വേണ്ടിയാണ് ഈ കക്ഷികളെല്ലാം. ഈ പറയപ്പെട്ട ബാംഗ്ലൂരിലെ അപ്പച്ചന്റെ ഏറ്റവും അടുത്ത ക്ലോസ് ഫ്രണ്ട്സ് ആണ് ഇവരൊക്കെ. ഇവരൊന്നും ഉപദേശം പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല. ഇനി ഒരു നെടുമ്പ്രത്തുള്ള ഇച്ചിരി നരച്ച ഒരു ഉപദേശി, പുള്ളിക്ക് സ്വന്തമായിട്ട് ടെലിവിഷനൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എനിക്കറിയില്ല. പുള്ളി ആ മുമ്പിലിരിക്കുന്നത് അദ്ദേഹം യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചിട്ടില്ലേ? സഹോദരി സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. വളരെ സീനിയറായ ഒരു ശുശ്രൂഷകൻ അവിടെ മുൻപിലിരിപ്പുണ്ട്. അങ്ങനെ അവിടെ ഇരിക്കുന്ന പലരും സീനിയോറിറ്റി ഉള്ള ആളുകളൊക്കെയാണ്. അവരോട് ചോദിച്ച് കൺസൾട്ട് ചെയ്ത് കൃത്യമായി അഭിപ്രായങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചിട്ട് വേണമായിരുന്നു പരസ്യമായിട്ട് ആ സഹോദരി ഇത്തരം കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യാൻ, കമാൻഡ് ചെയ്യാൻ. കാരണം ഭർത്താവ് തന്റെ സ്വന്തമാണ്, അതിന് തർക്കമൊന്നുമില്ല. ഭർത്താവ് തന്റെയാ, മരിച്ചാലും ജീവിച്ചാലും തന്റെ തന്നെയാ. പക്ഷെ ഇത്രയും പുരുഷാരത്തിന്റെ മുമ്പിൽ ലൈവ് ടെലികാസ്റ്റ് നടത്തിയതാണത്. ഏതോ ചാനൽ, ഏതോ ഒരു TV ലൈവ് ടെലികാസ്റ്റ് നടത്തിയിട്ടുണ്ട് ആ സമയത്ത്. അങ്ങനെ പൊതുലോകത്തിലേക്ക് ഇത് കടന്നു പോകുമ്പോൾ ഇവര് പറയാണ് ഇപ്പൊ ഉയർക്കൂന്ന്. പക്ഷെ സമയം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തില്ല? നമ്മുടെ ദൈവം ഇന്നലെയും എന്നും അനന്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊക്കെ പറയുന്നത്. അപ്പൊ ആ ദൈവത്തിന് കഴിവില്ലെന്നുള്ളത് ഈ പുറമെയുള്ള ജാതികൾ ചിന്തിക്കും. അതിനൊരു അവസരം കൊടുക്കണോ? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഒരു ഭാഗ്യപരീക്ഷണം ചൂതുകളിയല്ലാണോ ഇത്? എനിക്ക് ദൈവത്തിൽ നിന്ന് ഉത്തമമായ ഉറപ്പ് ലഭിക്കണം. മകളെ, നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് പ്രവർത്തിക്കുമെന്ന് സ്പഷ്ടമായ ഒരു സ്വരം കേൾക്കണം. ഊഹാഭോഗമല്ല. വചനത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ചില സഹോദരിമാർക്ക് ഇങ്ങനെ ഉയർപ്പ് ലഭിച്ചിട്ടുണ്ടല്ലോ, ചില സഹോദരിമാർക്ക് അവരുടെ ഭർത്താക്കന്മാരെ ഉയർപ്പിച്ച് കിട്ടിയിട്ടുണ്ടല്ലോ എന്നുള്ള ആ വിശ്വാസം പോരാ. പകരം വ്യക്തമായി ദൈവത്തിൽ നിന്ന് ഒരു സന്ദേശം കിട്ടണം. ദൈവം ഇങ്ങനെ ഇവിടെ പ്രവർത്തിക്കാൻ പോവുകയാണെന്നുള്ളൊരു സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ പരസ്യമായിട്ട് പറയാം, കൃത്യമായിട്ട് നമുക്ക് പറയാം, താവ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ വേദോത്സവത്തിൽ കാണുന്നത്? അത് എവിടെയൊക്കെയാ കാണുന്നത്? പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടില്ലേ? പല ഭാഗത്തും നമ്മൾ കണ്ടിട്ടില്ലേ?
അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം തുറന്നു നോക്കി. അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം അല്ലാതെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ തത്തുല്യമായ വാക്യം നമ്മൾ വായിച്ചിട്ടുണ്ട്. 27 അധ്യായത്തിന്റെ 23 വാക്യം. ആക്ട്സ് ചാപ്റ്റർ 27 വേഴ്സ് 23. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകും. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നമ്മൾ വായിച്ചത് 23ഉം 24ഉം വാക്യങ്ങളാണ്. രണ്ടും ചേർത്ത് വായിച്ചെങ്കിലേ ഉത്തരം കിട്ടൂ. നമ്മുടെ ദൈവത്തിന്റെ കാര്യപരിപാടിയാണ് സഹോദരങ്ങൾ ഇപ്പൊ കണ്ടത്. ഊഹാപോഹങ്ങളില്ല ഇതിനകത്ത്. അതാണ് പെന്തിക്കോസ്ത്, അതാണ് ക്രിസ്ത്യാനിറ്റി. ഇപ്പൊ കണ്ടില്ലേ വായിച്ചത്? എങ്ങനെയാ വായിച്ചത്? എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്നു. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നടുക്കടലിൽ വെച്ചാ പറയുന്നത്, നടുക്കടലിൽ വെച്ച് ഒരു ഉറപ്പാണ് പൗലോസിന് കൊടുക്കുന്നത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. എന്നാൽ മണിക്കൂറുകൾ മുൻപോട്ട് പോയപ്പോൾ അവരുടെ പടക് തകർന്നു. ഒടുക്കം പൗലോസിന് ഒരു പലക കഷ്ണം മാത്രമേ മിച്ചം കിട്ടിയൂ. ഒരു പലക കഷ്ണം മാത്രമേ അവസാനമായിട്ട് കിട്ടിയത്. മെഡിറ്ററേനിയൻ സീയിൽ മുങ്ങി തീർന്നു പോകേണ്ടതായിരുന്നു, ആ സീയിൽ അവസാനിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ ദൈവം അവർക്ക് വേണ്ടി ഒരു ദ്വീപ് തുറന്നു കിട്ടി. ദൈവം അവർക്ക് വേണ്ടി പുതുവഴി തുറന്നു, ഒരു ദ്വീപ് അവർക്ക് വേണ്ടി തുറന്നു. ആ ദ്വീപിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ പറ്റി. അങ്ങനെ പിന്നത്തേതിൽ യാത്ര ചെയ്ത് റോമിലെത്തി, കൈസറുടെ മുമ്പിൽ നിന്നു. ഇതൊക്കെ സംഭവിച്ചു. ഇവിടെ ഞാൻ ഈ വായിക്കാനുണ്ടായ കാര്യം പൗലോസിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച കാര്യമാണ്. ഇനി അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായം കൂടെ തുറന്ന് അതിലെ ഒരു വാക്യം കൂടെ വായിക്കാം. 18 അധ്യായത്തിന്റെ നമ്മൾ സാധാരണ വായിക്കുന്ന 7, 8 കഴിഞ്ഞ് അതിന്റെ 9, 10 വാക്യം. അപ്പോസ്തല പ്രവൃത്തി, ഒരു നിമിഷം. അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായത്തിന്റെ 9, 10 വാക്യങ്ങൾ. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ 2 വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കിയത്? അപ്പോസ്തല പ്രവൃത്തി 18 അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം. ദൈവം തന്റെ ദാസന്മാരോട് സംസാരിക്കുന്ന കണ്ടില്ലേ? ദൈവം തന്റെ ദാസന്മാരോട് സംസാരിക്കുന്ന നാം കണ്ടത്. വളരെ സ്പഷ്ടമായിട്ടാ പറയുന്നത്. പൗലോസേ എന്നല്ലേ വിളിക്കുന്നത്, പാ 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 പീ പീ എന്നൊന്നും അല്ല പറയുന്നത്. നമ്മുടെ ഈ ഇവിടെ ഒരു പുള്ളിക്കാരനുണ്ട്, പുള്ളിയുടെ പേരെന്നാ, ഏതാണ്ടൊരു പേര്, അതെ ഈ പുനലൂരിനടുത്ത് കരവാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുള്ളിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പാ 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 പീ 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 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകളുടെ പേര് പറയും. കുറേ സ്ത്രീകളും പുരുഷന്മാരും ഇപ്പോഴും നേരം വെളുക്കാത്തത് ഇവരുടെയൊക്കെ മുമ്പിൽ പോയിരുന്ന് ഈ പാ 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 പീ പീ ഒക്കെ കേട്ടോണ്ടിരിക്കും. അങ്ങനെയല്ല സ്വർഗത്തിലെ ദൈവം ഇടപെടുന്നത്. പൗലോസേ, എത്ര സ്പഷ്ടമാണ്. ആ പൗലോസേ, സോറി, ഞാൻ പത്രോസിനോടായിരുന്നു പറയാനായിട്ടിരുന്നത്, അത് എനിക്ക് അബദ്ധം പറ്റി. അങ്ങനെയൊന്നും പറയുന്നില്ല. ദൈവത്തിന് അബദ്ധം പറ്റുന്നുണ്ടോ? സമയത്തിന് മുമ്പും ബിമ്പും അങ്ങനെയൊക്കെയുള്ള വാക്കുകളുണ്ടോ ദൈവത്തിന്? ദൈവത്തിന്റെ വാക്കുകൾ ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നേ ഉള്ളൂ, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അത് രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച പരിപാടിയില്ല. സ്പഷ്ടമായിട്ടാണ് ദൈവം സംസാരിക്കുന്നത്. നമ്മുടെ വാത്സല്യ സഹോദരിയോട് ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. സംസാരിച്ചിരുന്നെങ്കിൽ, ഉറപ്പ് കൊടുത്തിരുന്നെങ്കിൽ, താൻ പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടായിരുന്നു. ജാതികളുടെ മുമ്പിൽ ദൈവനാമം ദുഷിക്കപ്പെടില്ലായിരുന്നു. പകരം ആ ഉറപ്പ് കിട്ടാതെ തന്റെ ഉള്ളിലുള്ള ഒരു വിശ്വാസം, എല്ലാവരുടെ ഉള്ളിലും വിശ്വാസമില്ലേ? നിങ്ങളുടെ എല്ലാ ഉള്ളിലും വിശ്വാസമില്ലേ? ദൈവം ജീവിക്കുന്നവനാണ്. നമ്മുടെ ദൈവം പ്രവൃത്തിയിൽ ഭയങ്കരനാണ്. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീടുകളിലൊന്നും ഇനി ആരും എന്ത് ചെയ്യാൻ പാടില്ല. മരിക്കാം, അടക്കാൻ പാടില്ല. മരിച്ചു കഴിഞ്ഞാൽ ആരും എന്ത് ചെയ്യരുത്, അടക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഭൂമിയിൽ മനുഷ്യൻ എങ്ങനെ ജീവിക്കും? ഇപ്പൊ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ എന്താണ്? ജനനം ദൈവം വെച്ചതാ, മരണം ആര് വെച്ചതാ? ജനനവും മരണവും ഉണ്ട്. മരണം കൊണ്ട് അവസാനിക്കുന്നുണ്ടോ? ദൈവം പിന്നെ എന്നാ പറയുന്ന മനുഷ്യപുത്രന്മാരോട്? തിരികെ വരുവിനെന്നല്ലേ പറയുന്നേ. ദൈവസന്നിധിയിലേക്ക് മടക്കി വിളിക്കും. 2 രീതിയിൽ ചിന്തിക്കാം നമുക്ക്. വിശുദ്ധന്മാരെ മടക്കി വിളിക്കുന്ന സമയമുണ്ട്, അല്ല ഈ സത്യവചനപ്രകാരം ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ, പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ. പഴയ നിയമത്തിൽ പറഞ്ഞാലോ
മനസാക്ഷി യുഗത്തിൽ മനസാക്ഷിക്കൊത്ത് ജീവിക്കാത്തവര്, അത് കഴിഞ്ഞ് ന്യായപ്രമാണ യുഗത്തിൽ ന്യായപ്രമാണത്തിനൊത്ത് ജീവിക്കാത്തവര്, അതായത് യാഗം കഴിച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്യാത്ത ആളുകൾ, അവരെല്ലാം ദുഷ്ടന്മാരുടെ ലിസ്റ്റിലല്ലേ പോകുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാതെ അവർ സ്വന്തം വഴിയിൽ നടന്നു. അപ്പൊ ഈ പുതിയ നിയമ കാലഘട്ടത്തിലും സുവിശേഷം കേൾക്കാതെ ക്രിസ്തുവിനെ അറിയാതെ അനേകർ മരിക്കുന്നില്ലേ? അവരോടുള്ള ബന്ധത്തിൽ എന്താ നമുക്ക് പറയാനുള്ളത്? അവർ അവരുടെ മനസാക്ഷിക്കനുസരിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ല. ഏതെങ്കിലും ആദിവാസികളായ സഹോദരങ്ങൾ, അതായത് ഈ പൊതുലോകവുമായിട്ട് അധിക സമ്പർക്കമില്ലാത്ത, നമുക്കറിയാം ആൻഡമാൻ ദ്വീപുകളിലും അതിനടുത്തുള്ള ചില സ്ഥലങ്ങളിൽ അങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ, അത്തരക്കാരെ ദൈവം എങ്ങനെ ന്യായം വിധിക്കും? അവരുടെ മനസാക്ഷിക്കനുസരിച്ച് ന്യായം വിധിക്കും, അത്ര തന്നെ. അപ്പം മരണവും പിന്നത്തേതിൽ ന്യായവിധിയുണ്ട്. വിശുദ്ധന്മാർ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെയും അല്ലാത്തവർ വെള്ള സിംഹാസനത്തിന് മുമ്പാകെയും വരേണ്ടതുണ്ട്. ന്യായവിധി ദൈവം അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇതൊന്നും മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. ഞാൻ യാക്കോബിന്റെ ലേഖനം എന്തിനാ വായിച്ചത്? നിങ്ങളിൽ ആരും അധികം ഉപദേഷ്ടാക്കന്മാരാകരുന്നല്ലേ വായിച്ചത്. ഈ കാര്യങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമില്ലെങ്കിൽ പ്രായമുള്ളതും സീനിയറുമായ ശുശ്രൂഷയിൽ തഴക്കമുള്ള ഉറപ്പുള്ള ദൈവദാസന്മാരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് ഈ കാര്യങ്ങളിൽ ഉറപ്പിക്കണം. സാക്ഷ്യമുള്ള ദൈവദാസന്മാർ ഉലകത്തിലുണ്ടാവും. ഉലകത്തിൽ ഇല്ലാതിരിക്കുവോ? ഈ ഭൂമിയിൽ എവിടെയെങ്കിലും കാണും. നമ്മുടെ കൺവെട്ടത്ത് കണ്ടില്ലെങ്കിലും പ്രാർത്ഥിക്കണം ദൈവത്തോട്, കർത്താവ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരക്കാരുമായിട്ട് ബന്ധപ്പെടാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ കർത്താവ് അതിന് സാഹചര്യം കൊടുക്കും. ആ ദൈവദാസന്മാരുമായിട്ട് കൂടിയാലോചിച്ച് ഈ കാര്യത്തിൽ മുൻപോട്ട് പോകണം. പകരം ഇത് ഉള്ളിൽ വരുന്ന വിശ്വാസത്തിന്റെ കത്തൽ ആ സെക്കൻഡിൽ പറയണ്ടേന്നൊക്കെ ചോദിക്കും. ഓക്കെ പറഞ്ഞോ, റിസൾട്ടും കാണണം. റിസൾട്ട് ഉണ്ടായോ? ഓൺ ദ സ്പോട്ടിൽ എന്റെ വിശ്വാസം കത്തി. അവിടെ 10 മണിക്കാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. അവിടെ എല്ലാവരും വന്നു, സാധാരണ മട്ടിൽ ശുശ്രൂഷ തുടങ്ങി. 10:30 എന്റെ ഉള്ളിൽ ഈ പറയപ്പെട്ട ശക്തമായ പ്രേരണ വന്നത്, പ്രാർത്ഥിക്കാനുള്ള, കമാൻഡ് ചെയ്യാനുള്ള പ്രേരണ വന്നത്. തിരക്കേടില്ല, നടക്കട്ടെ, അങ്ങനെ ചെയ്തോ. പക്ഷെ ചെയ്യുമ്പോൾ റിസൾട്ട് വേണ്ടേ? റിസൾട്ട് ഇല്ലെങ്കിൽ ആ കാര്യം ചെയ്താൽ അത് ദൈവത്തിൽ നിന്നല്ലെന്നല്ലേ അർത്ഥം. ദൈവത്തിൽ നിന്നല്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. ദൈവത്തിൽ നിന്നല്ലാത്ത കാര്യങ്ങളെ ദൈവത്തിൽ നിന്നാണെന്നുള്ള നിലയിൽ, യെസ്, ദൈവത്തിൽ നിന്നല്ലാത്ത കാര്യങ്ങളെ ദൈവത്തിൽ നിന്നാണെന്നുള്ള നിലയിൽ പറയാനായിട്ട് ശ്രമിക്കരുത്. പൊതുവെ നമ്മുടെ ഇടയിൽ കേൾക്കുന്ന ചില ഭാഷാപ്രയോഗങ്ങളാണ് ആത്മാവ് എന്നോട് ഇപ്പൊ പറഞ്ഞെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? 1.5 വർഷത്തിലധികമായി നിങ്ങളുടെ നടുവിൽ ദൈവവചനം ശുശ്രൂഷിക്കുന്ന ആളാണ് ഞാൻ. 1.5 വർഷത്തിലധികമായി നിങ്ങൾ എന്നെ കേൾക്കുന്നു. ഈ 1.5 വർഷത്തിനിടയ്ക്ക് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു എന്നുള്ളൊരു വാക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്? ആരെങ്കിലും പറയാവോ? ഒന്ന് ഓർത്തു നോക്കി. 1.5 വർഷം, 1.5 വർഷമൊന്നുമല്ല. ഈ സൂം മീറ്റിംഗിൽ നിങ്ങളിൽ ചിലരൊക്കെ എന്നെ കേട്ടു തുടങ്ങിയത് അങ്ങനെയാ. അതല്ലാത്ത പല സഹോദരങ്ങളും വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാരെങ്കിലും ഒന്ന് ഓർത്തു നോക്കാവോ? പലതും പറയും, പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു വാക്ക് മിണ്ടത്തില്ല. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ പൗലോസിനോട് പറഞ്ഞതുപോലെയാ, പൗലോസേ മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം കൊരിന്തിൽ പറഞ്ഞുകൊള്ളുക. പൗലോസേ നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. അതാണ് ആ ജനത്തോട് പൗലോസ് പറഞ്ഞത്. ഞാൻ സേവിക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവം ഇന്നലെ രാത്രിയിൽ തന്റെ ദൂതനെ അയച്ച് എന്നോട് സംസാരിച്ചു. ഉറപ്പിച്ചല്ലേ പറയുന്നത്? ദൈവാത്മാവ് എന്നോട് സംസാരിച്ചത് വേറെ ഭാഗങ്ങളിലുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. അതേസമയം ദൈവത്തിന്റെ ആത്മാവ് വചനം എന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ചു തരുന്നു. അത് പരിശുദ്ധാത്മാവിന്റെ ഇടപെടലാണ്. അതിന് പരിശുദ്ധാത്മാവ് എന്നോട് ഇപ്പൊ പറഞ്ഞ രീതിയിൽ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വചനം പ്രകാശിച്ചു കിട്ടും. ദൈവാത്മാവിന്റെ പ്രകാശനത്താൽ ഈ കാര്യങ്ങളെ എനിക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. അത് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതൊക്കെ അങ്ങനെ പറയാം. അല്ലാതെ അസ്ഥാനത്ത് പരിശുദ്ധാത്മാവിനെ എടുത്ത് കളിച്ചാൽ എങ്ങനെയായിരിക്കും എന്നാ വായിക്കുന്നത്? ആത്മാവിൽ കമാൻഡ് ചെയ്യാനൊക്കെ പോകുമ്പോൾ ആത്മാവ് പ്രേരിപ്പിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിൽ അങ്ങനെ പറയേണ്ടത്. ഈ പൊതുസമക്ഷത്ത് ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ ദൂഷ്യവശമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ആ ഭാഗം വിടുകയാണ്. ആ വീഡിയോയിൽ നിന്ന് ആ ഭാഗം വിടുകയാണ്. അതിൽ എനിക്കുണ്ടായ സങ്കടം ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ. ഇനി മറുസൈഡും കൂടെ പറയാം. മറുസൈഡ് ഈ സഹോദരി ഏറ്റവും കൂടുതൽ ഹരാസ് ചെയ്തത് ഹൈന്ദവ സഹോദരങ്ങൾ, ഓർത്തഡോക്സ്, കാത്തലിക്, ഈ ഗ്രൂപ്പാണ്. ഈ 3 ഗ്രൂപ്പുമാണ്
ഞാൻ പറഞ്ഞ കാന്താരിമുളകും ഒക്കെ അരച്ച് കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. അതുപോലെ വേറെ വളരെ മോശമായ പദപ്രയോഗങ്ങളൊക്കെ, മുതുഭ്രാന്തി എന്നൊക്കെ അവരെ വിളിച്ച്, മുതുഭ്രാന്തി, മരിച്ചയാളെ ഉയർപ്പിക്കാൻ ഭ്രാന്ത് കാണിക്കുക എന്നൊക്കെ. ഇതൊക്കെ പറയാൻ ഹൈന്ദവ സഹോദരങ്ങൾക്ക് എങ്ങനെ നാവ് പൊങ്ങുന്നു? അവരുടെ പുരാണങ്ങളും അവരുടെ കാര്യപരിപാടികളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും നമുക്ക്. ആ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന പലരും ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ നിങ്ങൾ ആ മാർഗത്തെക്കുറിച്ച് ABCD അറിഞ്ഞവരല്ല. നിങ്ങൾ അതിലൊരു കിതാബും വായിച്ചിട്ടില്ല, ഒരു പുരാണവും വായിച്ചിട്ടില്ല വേണ്ട വിധത്തിൽ. അതെല്ലാം വേണ്ട വിധത്തിൽ ഞാൻ ഈ ദിവസങ്ങളിൽ അതെല്ലാം കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ നടുങ്ങി ബോധം കെട്ട് തലക്കറങ്ങിയിരിക്കുക. ഇപ്പൊ നമുക്ക് സ്വർഗത്തിലെ ദൈവം തുറന്നു തന്ന ഈ ശ്രേഷ്ഠമേറിയ, ഈ മഹത്വമേറിയ മാർഗം എന്തുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ കഴിയാത്തത്? നിന്നത് എവിടെയാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നാം നേരത്തെ നിന്നത് പാപത്തിലാണെന്നുള്ളത് ഒരു വസ്തുത. അതിലപ്പുറം നമ്മൾ പരിചയിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ചില തത്വങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ, അതിന്റെ ആഴങ്ങളൊക്കെ കേട്ട് പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിനകത്തൊക്കെ എന്ത് ന്യായമാവുള്ളത്, അല്ലെങ്കിൽ ഇതിനകത്തൊക്കെ എന്ത് പ്രത്യാശയായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ജന്മം പട്ടിയോ പൂച്ചയോ പഴുതാരയോ ചേനയോ ചേമ്പോ ഒക്കെ ആയി പോകേണ്ട മനുഷ്യര് ഇന്ന് ഉറപ്പും ധൈര്യത്തോടെ വന്നിരിക്കുകയാണ്. എന്താ? എന്റെ ശബ്ദം, അല്ലെങ്കിൽ ഞാന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുമ്പോ കേൾക്കുന്നൊരു പിതാവുണ്ട്. എന്റെ 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 ആഗ്രഹം അറിഞ്ഞ് എന്റെ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അവൻ എന്നോട് മറുപടി പറയുന്നൊക്കെ ഇന്ന് ഉറപ്പുണ്ട് നമുക്ക്. അന്ന് ഉറപ്പുണ്ടായിരുന്നോ? അന്ന് എവിടെയെങ്കിലും പോയി കുമ്പിട്ടിട്ട് തിരിച്ചു വീട്ടിൽ പോവുക. അപ്പൊ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നാം എത്ര വലിയ കുഴിയിലായിരുന്നെന്ന് തിരിച്ചറിയണം. അപ്പൊ ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഈ സഹോദരിയെ കല്ലെറിയാൻ പ്രാപ്തരല്ല, യോഗ്യരല്ല. ഇനി ക്രൈസ്തവ ലോകത്തുള്ള സഹോദരങ്ങളുണ്ട്, അവർക്ക് എന്താ യോഗ്യത? വേദവസം പഠിക്കുന്ന ആരെങ്കിലും പറയാൻ പറ്റുമോ മരിച്ചുപോയ ആളോട് പ്രാർത്ഥിക്കാനോ മരിച്ച വ്യക്തി അത്ഭുതം ചെയ്യുമെന്നൊന്നും വേദവസത്തിലില്ല. അങ്ങനെ പുതിയ നിയമത്തിലില്ല. പഴയ നിയമത്തിൽ ചില സൂചനയുണ്ട്. പഴയ നിയമം പെൻഡിങ് നിൽക്കട്ടെ. പുതിയ നിയമത്തിൽ ഏതെങ്കിലും ഭാഗത്ത് സുവിശേഷത്തിലോ ലേഖനത്തിലോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ മരിച്ചുപോയ വ്യക്തിയുടെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവത്തോട് അപേക്ഷിച്ച് നമ്മുടെ കാര്യം സാധിപ്പിച്ചു തരുമെന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ശവത്തെ ആരാധിക്കുന്നവർ, ശവത്തോട് പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ നാട്ടിലില്ലേ? മലയാളക്കരയിൽ പരിമല എന്ന് പറയുന്ന സ്ഥലത്ത് ആളുകള് ശവത്തിന് മുമ്പാകെ പോയി, ഇച്ചിരി തുറന്നു പറയാ കേട്ടോ, നമ്മുടെ വാത്സല്യ സഹോദരങ്ങൾക്ക് സങ്കടം തോന്നുമായിരിക്കുമോ? തോന്നിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ സഹോദരിയുടെ തലയിൽ തേങ്ങ ഉടയ്ക്കാൻ പോകുമ്പോ നിങ്ങൾ കാണിക്കുന്ന മരമണ്ടത്തരങ്ങൾ അതിലും വലുതല്ലേ? ഈ സഹോദരി ചെയ്തതിനകത്ത് പരിജ്ഞാനക്കേട് കാണും. അത് പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്, ഞങ്ങൾ പറയും. അത് പറയാൻ അവകാശമുള്ള ആളുകളുണ്ട് ഈ ഭൂമിയിൽ, അവര് പറയട്ടെ. തലയിലല്ലോ കണ്ണിൽ വലിയ കോലിരിക്കുന്നവൻ മറ്റവന്റെ കണ്ണിലെ കരടിന്റെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് ചില പ്രിയപ്പെട്ടവർ പറയുന്നത് എന്താണെന്നറിയാവോ? ആ മരിച്ച വ്യക്തിക്ക്, ആ പുണ്യപ്പെട്ട തിരുമേനിക്ക് ദൈവത്തോട് അപേക്ഷിക്കാൻ കഴിയും, അദ്ദേഹത്തിലൂടെ ഞങ്ങൾക്ക് പല കാര്യങ്ങളും സാധിക്കാൻ കഴിയും. അങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ അത് ഞങ്ങളുടെ വിശ്വാസമാണ്. അങ്ങനെ നിനക്ക് വിശ്വസിക്കാമെങ്കിൽ ഈ സഹോദരിക്ക് വിശ്വസിക്കാൻ അവകാശമില്ലേ? ഞാൻ സഹോദരിയുടെ ആദ്യത്തെ ഭാഗം പറഞ്ഞു വിട്ടു. ഇനി ഞാനൊന്ന് ഡിഫെൻഡ് ചെയ്യാണ് ഈ പുള്ളികളുടെ കമന്റുകൾക്ക്. ആ സഹോദരിക്ക് വേണ്ടി ഒന്ന് ഡിഫെൻഡ് ചെയ്യാണ്. ആ സഹോദരിക്ക് ഇങ്ങനെ അന്ധമായി വിശ്വസിക്കാനുള്ള അവകാശം ഉണ്ടെന്നേ. ഓർത്തഡോക്സുകാരെ മനസ്സിലാക്കുക, ഈ സഹോദരിക്ക് അന്ധമായി വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. അവൾ എന്തും ചെയ്യട്ടെ. നീ എന്തിനാ കമന്റ് പറയാൻ വരുന്നത്? ചത്തുപോയ പുള്ളിയെ നിങ്ങൾ കുഴിച്ചിട്ടില്ലേ? നിങ്ങൾ പരിമലയിൽ കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ അസ്ഥിയോ ഒരു പൊടി പോലും കിട്ടുമോ? പിന്നെ നിങ്ങൾ അവിടെ പോയി കിടന്ന് എന്തിനാ ഇത് പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസം. അതുപോലെ ഈ സാധു സ്ത്രീ ചിന്തിച്ചു കാണും, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് തന്റെ ഭർത്താവ്, ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം എഴുന്നേൽപ്പിക്കുമെങ്കിൽ എന്ന് ചിന്തിച്ചു കാണും. അത് നാളെ വീഡിയോ പിടിച്ച ആൾക്കാര് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി ഇടും, എന്റെ നേരെ കാന്താരിമുളകും കൊണ്ട് വരുമെന്നൊന്നും ചിന്തിച്ചല്ല പാവം സ്ത്രീ അങ്ങനെയാന്ന് പറഞ്ഞത്. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞതിന്റെ പിന്നിൽ അന്നേരത്തെ രഹസ്യം എന്താ? ഒരു ആഗ്രഹം, കർത്താവ് തനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതല്ലേ. അതുപോലെ ഓരോരോ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഈ എല്ലാ വിശ്വാസ പ്രമാണക്കാരുടെയും കാര്യങ്ങൾ എടുത്തു നോക്കിയ മഹാമണ്ഡത്തരങ്ങളാ. നമ്മളത് ചോദിച്ചാൽ അവരെന്താ പറയുന്നത്? അത് വിശ്വാസമാ, ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പൊ ഇതോ, ഈ പുള്ളിക്കാരിയും വിശ്വസിച്ചു, ദൈവം അങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിക്കാനുണ്ടായ സാഹചര്യം എന്താ? വേദവസത്തിൽ ചില വാക്യങ്ങളുണ്ടെന്നേ. പത്രോസ് യോപ്പയിൽ തബീതയുടെ വീട്ടിൽ പോയി, നമ്മൾ വായിക്കുന്നില്ലേ? സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. പത്രോസ് യോപ്പയിൽ തബീതയുടെ വീട്ടിൽ പോയി. തബീത മരിച്ചുപോയെന്നേ. മരിച്ചുപോയ തബീതയെ യേശുക്രിസ്തു അല്ല ഉയർപ്പിച്ചത്.
3.5 വർഷക്കാലത്തെ കാര്യമല്ലത്. തന്റെ ശിഷ്യനായ പത്രോസിലൂടെയാണ് കർത്താവ് അത് ചെയ്തത്. പത്രോസാ പറഞ്ഞ് എഴുന്നേറ്റ് വരാൻ. പത്രോസ് മരിച്ചുപോയി, അത് ശരിയാ. പക്ഷെ ഈ കാലത്ത് ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകന്മാരുണ്ടല്ലോ, അവരിലൂടെ ദൈവത്തിന് ഇന്ന് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ഇത് വലിയൊരു ചോദ്യമാണ്. ദൈവത്തിന് പത്രോസിലൂടെ മാത്രം, പൗലോസിലൂടെ മാത്രമാണ് ചെയ്യാൻ കഴിയൂ എന്ന് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ബ്രദറുകാർക്ക് അങ്ങനെ വിശ്വസിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് മാത്രം ഒഴിവുണ്ട്, നിങ്ങൾക്ക് മാത്രം. കാരണം നിങ്ങൾ ചിന്തിക്കുന്ന രീതി അനുസരിച്ച് അന്ന് ബൈബിൾ അച്ചടിച്ചിട്ടില്ല. ബൈബിൾ അച്ചടിച്ച് കഴിഞ്ഞതോടുകൂടി ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എല്ലാം അവസാനിച്ചു. ഇനിയൊരു ചുമ പോലും മാറ്റില്ല ദൈവം, ഒരു പനി പോലും മാറ്റാൻ കഴിയില്ല. അത് 1-ാം നൂറ്റാണ്ടിൽ ദൈവം ക്ലോസ് ചെയ്തു, എല്ലാ പരിപാടിയും സീൽ ചെയ്തു. ഇനി ഒരാളും ഇങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് ദൈവസന്നിധി വരരുത് എന്ന് ചിന്തിക്കുന്ന അവർ മാത്രമേ ഉള്ളൂ. ബാക്കി മനുഷ്യർക്ക് ചിന്തിക്കാൻ മേലെ. പത്രോസിലൂടെ പ്രവർത്തിച്ച ദൈവം ഈ തലമുറയിൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയില്ലേ? ദൈവം പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ടല്ലോ. അപ്പൊ തന്റെ മഹത്വത്തിന് വേണ്ടി ദൈവം ചെയ്യും, ചെയ്യാതിരിക്കാനും ദൈവത്തിന് കഴിയും. അപ്പൊ ഞാന് ആ ഭാഗം വിടുകയാണ്. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞത് പൊതുലോകത്ത് നമുക്ക് അപമാനത്തിന് കാരണമായി തീർന്നു. മറു സൈഡിൽ ആ സഹോദരിക്ക് വേണ്ടി ഞാൻ ഡിഫെൻഡ് ചെയ്ത് പറയാണ്. ഹൈന്ദവ സഹോദരങ്ങൾക്ക് കൂടുതൽ സമയമില്ല അതിൽ പല കാര്യങ്ങളും പറയാനായിട്ട്. ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ചുറ്റും സഹോദരിമാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവരുടെയൊക്കെ മധ്യത്തിൽ ഇരുന്നുകൊണ്ട് പുരാണങ്ങളൊന്നും നമുക്ക് വാ തുറന്ന് പറയാൻ കൊള്ളത്തില്ല. വായി കഴുകാനുള്ള വെള്ളം ഇവിടെ ഇല്ല. അതിന് പറ്റിയ വെള്ളം ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴിയേണ്ടി വരും. ആ സൈസ് കാര്യങ്ങളാണ് കിടക്കുന്നത്. ആ പാർട്ടികളാ പറയുന്നത് ഒരു സാധു സ്ത്രീയെ നീയൊക്കെ ഓർത്തോ, കാന്താരി മുളക് കാണിച്ചവന്മാരൊക്കെ ഓർത്തോ, ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ, ഒരു വിധവ, അവളുടെ നൊമ്പരം ഭയങ്കരമാണ്. ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല, അലോസരമുള്ള കാര്യമാണെന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. പക്ഷെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും സഹോദരങ്ങളും ഒക്കെ ഉള്ളവര് അത്ര പറയാൻ കൊള്ളാത്ത ഭാഷകൾ പ്രയോഗിക്കരുത്. ഈ പുസ്തകത്തെ കുറിച്ച് പറയുന്ന ഓർത്തഡോക്സുകാരനും കത്തോലിക്കനും എന്താ പറയുന്നത്? ഞങ്ങളുടെ പാത്രിയാർക്കീസ് അത് അച്ചടിച്ചെന്നല്ലേ പറഞ്ഞത്? സമ്മതിച്ചു. ഞങ്ങളുടെ കാതോലിക്ക അത് ഉന്നിക്കെട്ടിത്തന്നു, അതൊക്കെ സമ്മതിച്ചു. ഈ പുസ്തകം കക്ഷത്തി വെച്ചിട്ടാണോ നീ മ്ലേച്ഛമായ ആ വാക്കുകൾ? ഇത് ഏത് മെത്രാനാ പഠിപ്പിച്ചേ? ഏത് മെത്രാനാ ഇങ്ങനെയൊക്കെ കാര്യമൊക്കെ പഠിപ്പിച്ചത്? പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ എന്നാ പറയുന്നത്? ഞങ്ങൾ അപ്പോസ്തോലിക സഭയാണ്. ഏത് അപ്പോസ്തോലനാണ് ഇതുപോലത്തെ പുഴുത്ത തെറി പറയുന്നത്? പള്ളിയിൽ അച്ഛന്മാരൊക്കെയാണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ തെറിയന്മാരേക്കൊക്കെ അവരാണ് പിന്തുണ കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് വിയോജിപ്പുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രിയരെ ഉലകത്തിൽ, ആത്മീയ വിഷയങ്ങളിൽ, ഉപദേശ വിഷയങ്ങളിലൊക്കെ. അത് നമുക്ക് സ്നേഹപുരസരം വിയോജിക്കാം. ആ ആശയത്തോടെ എനിക്ക് യോജിപ്പില്ല, നിങ്ങൾ പറയുന്നത് വേദപുസ്തക പ്രകാരം തെറ്റാണ്, പാരമ്പര്യ പ്രകാരം തെറ്റാണ് എന്നൊക്കെ പറയാം. പക്ഷേ അതിന് വിട്ട് പറയാൻ പാടില്ല. അതിന് വിട്ട് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്നവൻ ഒരിക്കലും ക്ലെയിം ചെയ്യരുത് ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ക്ലെയിം ചെയ്യരുത്. നീ എങ്ങനെ ക്രിസ്ത്യാനിയാവും? നിന്നെ ആരാ ക്രിസ്ത്യാനിയായിട്ട് അംഗീകരിക്കുന്നത്? വീട്ടിലുള്ളവർ അംഗീകരിക്കായിരിക്കും, പക്ഷെ സുബോധമുള്ള ഒരാള് ഒരിക്കലും അംഗീകരിക്കില്ല. അപ്പൊ കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ഈ വീഡിയോയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞിരുന്നുകൊണ്ടാണ് ഇന്നത് കാണിച്ചിട്ട് നമുക്ക് ഇതിനോട് യോജിക്കാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങളോട് മരണം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. പൊതുവിലാ പറയുന്നത്. പൊതുവിൽ മരണം സംഭവിച്ചാൽ നമ്മൾ പ്രത്യാശയോട് കൊണ്ടുപോയി പാട്ടൊക്കെ പാടി അടക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താ പറയുന്നത്? പ്രിയനെ ഓർ പ്രിയേ, കാഹളം ധനിക്കുമ്പോ നാം ഒരുമിച്ച് നമ്മുടെ കർത്താവിന്റെ മുമ്പിൽ മുഖാമുഖം കാണാം എന്ന പ്രത്യാശയോടും പ്രതീക്ഷയോടും അല്ലേ വിട പറയുന്നത്? വിട പറയുമ്പോൾ എന്താ ഉന്നതമായ പ്രത്യാശയോടെയല്ലേ നമ്മൾ വിട പറയുന്നത്? അല്ലാതെ ഇവിടെ കൊണ്ട് അവസാനിച്ചെന്നും പറഞ്ഞാണോ വിട പറയുന്നത്? അപ്പൊ ആ പ്രത്യാശയോടെ മുന്നോട്ട് പോവുക. പരിശുദ്ധാത്മാവ് അത്രമേൽ ഉത്തമ ബോധ്യം നൽകിയാൽ ഈ ഇങ്ങനെയുള്ള കാര്യത്തിന് നമുക്ക് തുനിഞ്ഞിറങ്ങാം. ഇടയ്ക്ക് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്കറിയാവുന്നൊരു കുടുംബം ഭോപ്പാലിൽ, മലയാളി കുടുംബം. ആ വാത്സല്യ ഭവനത്തിലെ ഒരു സഹോദരി, മൂത്ത സഹോദരിയുടെ ഭർത്താവ്, അദ്ദേഹം പട്ടാളത്തിലെ ഒരു മേജറായിരുന്നു. കാശ്മീരി വെച്ച് ഭീകരവാദികളുടെ ആക്രമണത്തിൽ അദ്ദേഹം മരിച്ച് ഡെഡ് ബോഡി സ്വാഭാവികമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം അങ്ങനെ എങ്ങാണ്ട് മുന്നോട്ട് പോയി. അടക്കാൻ ഈ സഹോദരി സമ്മതിക്കില്ല. ചില പ്രിയപ്പെട്ടവരൊക്കെ പുള്ളിക്കാരിക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തു, അടക്കണ്ട, സഹോദരൻ എഴുന്നേറ്റ് വരുമെന്ന്. 3-4 ദിവസം മുന്നോട്ട് പോയി. അവസാനം പിന്നീട് ഇത് അഴുകി തുടങ്ങുന്നൊരു സമയം വരില്ലേ?
അഴുകി തുടങ്ങുന്ന സമയം വരുമ്പോൾ കൊണ്ടുപോയി ബലമായിട്ട് അടക്കി. പക്ഷെ ആ സഹോദരിയുടെ സമനില എന്നല്ലല്ലോ അതിന് പറയുന്നത്, ആ സഹോദരിയുടെ മാനസിക നിലയ്ക്ക് ബുദ്ധിമുട്ടോട്ടായി. അതായത് മാനസിക നില തെറ്റി പറഞ്ഞാൽ സമ്പൂർണ്ണമായി തെറ്റിപ്പോയി എന്നല്ല, വലിയ അസ്വസ്ഥതയായി പോയി ആ പ്രിയപ്പെട്ടവൾക്ക്. ആഴ്ചകൾ മാസങ്ങൾ അലക്കാതെ കുളിക്കാതെ വല്ലാത്ത പരുവത്തിലായി. ചില പ്രിയപ്പെട്ടവർ കൊടുത്ത അഡ്വൈസാണ് അവളെ ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് എത്തിച്ചത്. 2 കുഞ്ഞുങ്ങളും ഉണ്ട് ആ സമയത്ത്. 2 കുഞ്ഞുങ്ങൾ, പൊടിക്കുഞ്ഞുങ്ങളായ കുഞ്ഞുങ്ങളുണ്ട്. തനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അത് പലരുടെയും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാം. അപ്പോൾ കൂടെയുള്ളവർ അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി ബലപ്പെടുത്തി ക്രിസ്തീയ പ്രത്യാശയുടെ ആഴമാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ അത് ചെയ്യുന്നതിന് പകരം മറ്റ് രീതിയിൽ പറഞ്ഞതുകൊണ്ട് അവൾ തെറ്റിദ്ധരിച്ചു ഉയർക്കൂന്ന്. ഇവരെല്ലാം ഇരുന്ന് പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല. പിന്നെ ബലമായിട്ട് കൊണ്ടുപോയി അടക്കേണ്ടി വന്നു. അതിനുശേഷം ആ സഹോദരിയുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്, എല്ലാം ഡിസോർഡറായി. പിന്നീട് ചില മാസങ്ങൾക്ക് ശേഷം എനിക്ക് വളരെ പ്രിയനായ ഒരു ദേവദാസൻ അവിടെ കടന്നു ചെന്ന് അവിചാരിതമായി അവരോട് സംസാരിച്ചപ്പോഴാണ് മകളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു. 2 കുഞ്ഞുങ്ങളുണ്ട്. അവൾ ഇപ്പോഴും ട്രാക്കിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും മനുഷ്യരോട് സംസാരിക്കുകയോ മറ്റ് രീതിയിലേക്കോ വന്നിട്ടില്ല. പിന്നീട് അവർ മാസങ്ങൾ ആ സഹോദരിയെ കാണുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് സാധാരണ ജീവിതത്തിലേക്ക് ആ പ്രിയപ്പെട്ടവളെ മടക്കിക്കൊണ്ടുവന്ന്. ഒത്തിരി ശ്രമിക്കേണ്ടി വന്നു, ഒത്തിരി അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടി വന്നു. അതേസമയം നമ്മുടെ നാട്ടിൽ എത്രയോ മരണങ്ങൾ നടക്കുന്നു, അവിടങ്ങളിലെല്ലാം ഇങ്ങനത്തെ പ്രോബ്ലം വരുന്നില്ല. ചില ജീവിതങ്ങളിൽ അങ്ങനെ വരുന്നു. അതിന്റെ കാരണം മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്, തെറ്റായ രീതിയിലേക്ക് കാര്യങ്ങളെ പറഞ്ഞു വിടുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ ഈ മെസ്സേജിലൂടെ പറയുന്നത് മുന്നറിയിപ്പാണ്. നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം. ദൈവനാമം ദുഷിക്കപ്പെടുവാൻ നമ്മളുടെ ആരുടെയും ജീവിതം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒന്നും ഒരിക്കലും ഇടവരരുത്. സ്വാഭാവികമായ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ. അതിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ ദൈവാത്മാവ് നമ്മെ ഉറപ്പിക്കും. അന്നേരം ആ കാര്യങ്ങൾക്ക് തുനിഞ്ഞിറങ്ങുക. അപ്പൊ ഞാൻ ആ ഭാഗം വിടുകയാണ്. ഇനി ഞാൻ 1-2 കാര്യോടെ പറഞ്ഞ് വേഗം ക്ലോസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസത്തെ എൻ്റെ യാത്ര, ആ യാത്രയിൽ ഞാൻ 2 ആഴ്ച നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ചാണ് ട്രെയിനിലിരുന്നത്. നിങ്ങളോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളും കഴിഞ്ഞതിന്റെ മുൻപിലത്തെ ആഴ്ച ഇങ്ങനെ സംസാരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എസ്തേറിനെ കുറിച്ചൊരു സൂചന പറഞ്ഞു. എസ്തേർ, പ്രിയ സഹോദരി എസ്തേർ ഇസ്രായേൽ പ്രവാസത്തിൽ കിടക്കുകയാണ്. അങ്ങനെ പ്രവാസത്തിൽ കിടക്കുമ്പോൾ ഇപ്പോൾ പേർഷ്യൻ രാജ്യത്തിൽ അവർ പ്രവാസത്തിലാണ്. ബാബേലിലേക്കാണ് പിടിച്ചുകൊണ്ട് പോയത്. പിന്നത്തേതിൽ പേർഷ്യയുടെ ഭരണാധികാരികളാണ് അവരെ ആ അടിമത്തത്തിൽ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് എസ്തേർ ശൂഷൻ രാജധാനിയിൽ രാജ്ഞിയായിട്ട് എത്തപ്പെടുന്ന ഒരു സാഹചര്യം, അതൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എസ്തേർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രാജസന്നിധിയിലേക്ക് കടന്നു പോകുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി. അതായത് സ്വജനത്തിനുണ്ടാകുന്ന ഒരു ദുരന്തം, ആ ദുരന്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി താൻ റിസ്ക് എടുത്ത് കടന്നു പോകുന്നു. അതിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്ക് എന്താ? ഹൈ റിസ്ക് ആണ്. ഹൈ റിസ്ക്. അങ്ങോട്ട് കടന്നു പോകാൻ പാടില്ല രാജാവിന്റെ അടുക്കിലേക്ക്. രാജാവ് അനുവദിക്കാതെ പോകാൻ പാടില്ല ഒരിക്കലും. മരണം സംഭവിക്കാം. പക്ഷെ എന്നിട്ടും അവള് കടന്നുപോയി. അത് ഈ സ്നാനത്തെക്കുറിച്ച്, ശരീരം സമർപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാ പറഞ്ഞത്. അപ്പൊ അത് പറയാനുണ്ടായ കാര്യം, എൻ്റെ ചുറ്റും ധാരാളം സഹോദരിമാരുണ്ട്. തന്നെയല്ല ഈ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ഒരു പ്രിയ സഹോദരിയാണ്. സഹോദരിമാരുടെ ഒരു കൂട്ടമാണ് ഇതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എസ്തേറിനെ പരിചയപ്പെടുത്തിയത്. അപ്പൊ അങ്ങനെ ഞാൻ ട്രെയിനിലിരുന്ന് ചിന്തിക്കുകയും പറയുകയൊക്കെ അങ്ങനെ ഞാൻ ട്രെയിനിലിരുന്ന് പലതും ചിന്തിച്ചും മറ്റ് പല കാര്യങ്ങളും ഓർത്ത് ഇങ്ങനെ പോരുമ്പോൾ നേരം വെളുത്ത സമയം, ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞു. അടുത്ത ദിവസം നേരം വെളുത്ത് ഒരു 8-9 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇരിക്കുന്നതിനടുക്കൽ ഒരു സ്ത്രീ വന്ന് നിന്ന് സംസാരിക്കുകയാണ് തൊട്ടടുത്തുള്ള ആൾക്കാരോട്. ഞാൻ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആളുകളോട് ആ സഹോദരി സംസാരിക്കുകയാണ്. ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. അത് കർണാടക ദേശത്തിലൂടെ വണ്ടി അപ്പോൾ കടക്കുന്നതെങ്കിലും ഹിന്ദിയിലാണ് താൻ സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഹിന്ദി അറിയാം. അവരോട് സുവിശേഷം പറയുകയാണ്. അവരോട് സുവിശേഷം പറഞ്ഞൊരു ട്രാക്റ്റ് അവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് താന് അവിടെ നിന്നുകൊണ്ട് ആ കമ്പാർട്ട്മെന്റിൽ ഏതാണ്ട് ഫുള്ളാണ്, ആൾക്കാരെല്ലാം നിറച്ചുണ്ട്, ശക്തമായി സുവിശേഷം പറയുകയാണ്. ഞാൻ അവിടെ തരിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസ്റ്റർ, ഒരു പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്ന പാസ്റ്റർ എങ്ങനെ പ്രസംഗിക്കുന്നു അതുപോലെ പവർഫുൾ മെസ്സേജ്. ചുമ്മാ തപ്പിത്തടഞ്ഞ് എന്തെങ്കിലും പറയല്ല, ഒരു മെസ്സേജ്. ആ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീ അറിയുന്നില്ല ഇതൊരു പാസ്റ്റർ അവിടെ ഇരിക്കുന്നതെന്ന്.
ആ സ്ത്രീ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനവിടെ ആത്മാവിൽ നിറഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. ദൈവമേ, ഈ സഹോദരി പറയുന്ന ഈ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കാൻ ഈ ജനത്തിന്റെ കണ്ണ് തുറക്കണമേ. അവരറിയുന്നില്ല ഞാനൊരു ദൈവദാസനാണ്, അല്ലെങ്കിൽ ഒരു ദൈവവേദലാണ്. അവൾ ചെയ്യുന്നത് നിത്യരാജ്യത്തിന്റെ സുവിശേഷം ഘോഷിക്കുകയാണ്. എത്ര മഹത്തരമായ ഒരു കാര്യമായിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ വലിയ ജോലിയൊക്കെ കിട്ടി വിദേശങ്ങളിലേക്കൊക്കെ പോകും. വേണമെങ്കിൽ വൈറ്റ് ഹൗസിൽ നമ്മുടെ ട്രംപിന്റെ സെക്രട്ടറി ആയിട്ടൊക്കെ പോവാം. അപ്പൊ നാട്ടിലുള്ള ആൾക്കാർ ഇത് പറയും, അയ്യോ ഭയങ്കര ജോലിക്കാ പോയേക്കെന്ന് പറയും. ട്രംപ് പോയില്ലേ, ഇപ്പൊ വേറെ പുള്ളിക്കാരനാ, ഒരു വയസ്സൻ. ഓക്കെ. അപ്പം അതൊക്കെ വലിയ സംഭവമായിട്ടാണ് ആളുകൾ പറയുന്നത്. പക്ഷെ അതിലൊക്കെ വലിയ സംഭവം ചില സെക്കൻഡ് നേരത്തേക്ക് ഞാൻ ചിന്തിച്ചു പോയി. പത്രോസും പൗലോസും ഒക്കെ നിന്ന് തെരുവുകളിൽ നിന്ന് പറഞ്ഞ സുവിശേഷം പോലെ അതിന്റെ കാതലായ കാര്യം ആ സഹോദരി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഞാനിങ്ങനെ സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നോണ്ട് എനിക്ക് പെട്ടെന്ന് ചിന്ത വന്നില്ല. അത് കഴിഞ്ഞ് അവർക്ക് ട്രാക്ട് കൊടുത്തു കഴിഞ്ഞ് അവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് തോന്നി, ഞാനിങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ന്യൂസൊക്കെ, ഞാൻ അതൊക്കെ മാറ്റിയിട്ട് വീഡിയോ ക്യാമറ ഓൺ ചെയ്തു. എന്നിട്ട് ആ പറയുന്ന കാര്യങ്ങൾ വീഡിയോയിലെടുത്തു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണുക. ഞാൻ എസ്തേറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് ഇപ്പൊ ക്ലോസ് ചെയ്യാം, സമയം അധികരിച്ചെന്ന് എനിക്കറിയാം. ഈ വാത്സല്യ സഹോദരിയെ, ഈ സഹോദരി പറയുന്ന പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ കാണിക്കുന്നത്. നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടണം. അതാണ് എൻ്റെ പ്രാർത്ഥന. ഈ സഹോദരിയെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് മന്ത്രിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. उजाला रात बनाया, प्राणी पक्षी बनाया, फूल पाखरू बनाया, इंसान को बनाया, चांद तारे सितारे बनाया, सब कुछ बनाया. कैसे बनाया? अपने मुंह से बोल दिया खुदा, उजाला हो गया. परमेश्वर ने इस तरह से अपने मुंह से बोल दिया, अंधेरा हो, उजाला अंधेरे से अलग हो, अंधेरे होगा. परमेश्वर ने कहा चांद तारे सितारे हो, चांद तारे सितारे होगा. परमेश्वर ने अपने मुंह से इस तरह से कहा, सब कुछ इस सारी सृष्टि बन गई. परमेश्वर ने अपने हाथों से मट्टी से अपने स्वरूप के अनुसार इंसान को बनाया और उसका ही आत्मा उसमें डाल दिया. जो परमेश्वर का आत्मा उसमें डाल दिया, तब इंसान बन गया. परमेश्वर ने जात धर्म नहीं बनाया. परमेश्वर ने खाली नर और नारी बनाया. परमेश्वर ने, और वही इंसान है ना जो पाप में गिर गया, शैतान की बातों से जब पाप में गिर गया, तो उस पापों से छुड़ाने वाला प्रभु यीशु मसीह को भेजा. जो यीशु मसीह आके वो हमारे पापों के वास्ते यीशु मसीह ने खोड़े खाए. यीशु मसीह को खोड़े खाए, उसको मारे, क्रूस पे चढ़ाया. यीशु मसीह मर के तीसरे दिन की बाद उसने जिंदा हो गया. यीशु मसीह वो हमारे को पापों से छुड़ाने वाला एक नाम है, यीशु मसीह है. अभी तो विश्वास करे या ना करे, मगर परमेश्वर को बुलाना है तो तुमको कैसे भी बुला देना. मगर आप विश्वास करें. परमेश्वर का वचन कहता है सत्य को जानो और सत्य तुम्हें स्वतंत्र करेगा. तुम सत्य को जानो, क्योंकि परमेश्वर को सुसमाचार आपके कानों पर गिरा. अभी शरीर में हम 100 साल इस संसार में रह सकते हैं, मगर हमारी आत्मा कभी नहीं मरती. हमारी आत्मा अमर है. हमारी आत्मा कभी नहीं मरती. जब हमारी आत्मा का न्याय होगा, जब परमेश्वर ने जो दुनिया बनाए से मालिक जब हमारा न्याय करेगा, तब हमको बोलेगा यीशु मसीह क्यों नहीं विश्वास. जो उस पे विश्वास करने वाले इसके लहू पर विश्वास नहीं. यीशु मसीह का जो लहू कीमती है, उसके लहू जो बहा दिया है ना, जो उस पे विश्वास करेगा उसी को. भेले एड्रेस है इस पे. हाँ है ना, फोन नंबर है, एड्रेस है, 4 नंबर है. ഈ സഹോദരി എന്താ ഒരു മറാഠി ബാക്ക്ഗ്രൗണ്ടിലുള്ള സഹോദരിയാണ്. ഈ സംസാരം നടക്കുന്ന കർണാടക ദേശത്താണ്. ഒരു അരമണിക്കൂറൂടെ കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലേക്ക് കയറും. ട്രെയിൻ കർണാടകയിൽ നോർത്ത് കർണാടകയിലൂടെ ഓടുകയാണ്. എന്താ നോർത്ത് കർണാടക എന്ന് പറഞ്ഞാൽ? നോർത്ത് കർണാടകയുടെ പ്രത്യേകത എന്താ? സുവിശേഷത്തിന്റെ വാതിലുകൾ അടഞ്ഞു വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പബ്ലിക്കായിട്ടൊന്നും സുവിശേഷം പറയാൻ സാഹചര്യമില്ലാത്ത നിലയിൽ വലിയ പീഡനങ്ങളും വലിയ ബുദ്ധിമുട്ടുകളും ഉള്ളൊരു സ്ഥലമാണ്. അവിടെ ഒരു സഹോദരി ഉദ്യാന എക്സ്പ്രസിന്റെ S5 നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇപ്പോഴല്ല, വീഡിയോ പിടിച്ചില്ല ഞാൻ. അവർ പറഞ്ഞു കഴിഞ്ഞു, അസലായിട്ട് സുവിശേഷം പറഞ്ഞു. യേശു ക്രിസ്തുവിലൂടെ മാത്രം രക്ഷ എന്ന് തീർത്തു പറഞ്ഞു. അത് കേട്ട് കോരിത്തെരിച്ചിരിക്കുക ഞാൻ. നിശ്ചയമായും ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നാ പറയുന്നത്. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും ഞാൻ പറയുന്നത്. സൂമിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, എൻ്റെ ചുറ്റും സഹോദരിമാരിയ്ക്കുക കേട്ടോ. എൻ്റെ മുമ്പിലൊക്കെ സഹോദരിമാരിയ്ക്കുക.
അതുപോലെ ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രവിക്കുന്ന ധാരാളം സഹോദരിമാരുണ്ട്, ധാരാളം പേര്. ഒരു സഹോദരി, ഒരു സാധുവായ സഹോദരി, ഒരു സാധാരണക്കാരി തന്നെ കർത്താവ് വിടുവിച്ചതോർത്ത് ആത്മാവിലുള്ള സന്തോഷ നിമിത്തം ഒരു ബോധമില്ലാത്ത മനുഷ്യരാ നോർത്ത് കർണാടകയിൽ. കല്ലെറിഞ്ഞു കൊല്ലാനോ തല്ലിക്കൊല്ലാനൊന്നും അവരോടൊന്നും ആരും ചോദിക്കാനില്ലാത്തൊരു ലോകമാണ്. കേരളം പോലെയല്ല. അങ്ങനെ ഒരു സ്ഥലത്ത് പരസ്യമായി കഴിഞ്ഞ ഒരു 5-6 വർഷം മുമ്പ് ഓക്കെ, 2-3 വർഷം പിന്നിലൊക്കെ. ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ് കർണാടകയിൽ, വിശേഷിച്ച് നോർത്ത് കർണാടകയിൽ. ഒരു സ്ത്രീ ഇങ്ങനെ പരസ്യമായിട്ട് സുവിശേഷം പറയുമ്പോൾ നമ്മളിൽ പലരും കേവലമായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ ഈ പരക്കം പായുന്നതും ഈ വർത്തമാനം പറയുന്നതൊക്കെ. അവരവരുടെ പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് പിന്നീട് ഞാൻ ശ്രദ്ധിച്ചു, അവരെ പല സ്റ്റോപ്പുകളിലൊക്കെ ട്രെയിൻ കൂടുതൽ സമയം നിർത്തിയപ്പോൾ പൂന വരെ അവരുണ്ടായിരുന്നു. ഓരോ കമ്പാർട്ട്മെന്റിലും അവരുടെ മെസ്സേജുകൾ നടക്കുകയാണ്. ഓരോ കമ്പാർട്ട്മെന്റിലും ആരും അവരെ തടഞ്ഞില്ല. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഒരാളും തടഞ്ഞില്ല. ദൈവം അനുവദിച്ചു. പൗലോസേ, ഭയപ്പെടണ്ട, നീ മിണ്ടാതിരിക്കണ്ട, കൊരിന്തിൽ എനിക്ക് അനേകം ജനമുണ്ട്, നീ സംസാരിക്കുക, വായടയ്ക്കണ്ട എന്ന് പറഞ്ഞു. അതുപോലെ ഈ പുള്ളിക്കാരിക്കും ബോധ്യം കിട്ടിക്കാണും. അല്ല, ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും സാരമില്ല, മരണത്തെ അവർക്ക് എന്തില്ല, ഭയമില്ല എന്ന് എൻ്റെ ചുറ്റുമിരിക്കുന്ന സഹോദരിമാരും എന്നെ നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാരും മനസ്സിലാക്കണം. അവരുടെ സിരകളിൽ ദൈവരാജ്യമാണ് ഒഴുകുന്നത്. അവരുടെ സിരകളിൽ ദൈവരാജ്യമാണ് ഒഴുകുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും. അവരും മരിക്കും, നിശ്ചയമായ ആ സഹോദരി മരിക്കും. ഒരു ചിരഞ്ജീവിയൊന്നുമല്ല, മരിക്കും. നമ്മളും മരിക്കും. അവരും നമ്മളും പിന്നത്തേതിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വരും. ആ സഹോദരിക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങൾ നമ്മുടെ സഹോദരിമാർക്കും കിട്ടണമെന്ന് നിങ്ങളോ ഞാനോ വാശി പിടിച്ചാൽ അതെങ്ങനെ ശരിയാകുമെന്ന് ഞാൻ ചോദിക്കുന്നത്. ആ സഹോദരിക്ക് പ്രശംസാകിരീടം കിട്ടും. നിങ്ങൾക്ക് എന്നാ പ്രശംസാകിരീടം കിട്ടാനാ? ആ സഹോദരി തപ്പും തടയുമില്ലാതെ മുൻപൊന്നും കാണാത്ത മനുഷ്യരോട് ഇവരാരായിരിക്കുന്നത്, ശത്രുക്കളാണോ മിത്രങ്ങളാണോ ഏത് ജാതിക്കാരാണോ എന്നൊന്നും നോക്കാതെയാണ് അവിടെ നിന്നുകൊണ്ട് ഇവർക്ക് തടസ്സമാകുമോ ഇവർക്ക് ശല്യമാകുമോ ഇതൊന്നും അവളെ ബാധിക്കുന്നില്ല. യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. മരണാനന്തരം ഒരു ചടങ്ങും ഇനി ഇല്ല. മരണശേഷമുള്ള ചടങ്ങുകൾക്ക് ഒരു പ്രസക്തിയില്ല. മരിക്കുമ്പോൾ ആത്മാവ് ചെല്ലേണ്ടടുത്ത് ചെന്നു എന്നൊക്കെയാ പറയുന്നത്. നിങ്ങളിൽ എത്ര പേരിങ്ങനെ പരസ്യ സ്ഥലത്ത് നിന്ന് പറയും? അമേരിക്കക്കാരൊക്കെ അടുത്ത തവണ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു തരാം, എൻ്റെ വക, ഞാൻ സ്പോൺസർ ചെയ്യും. ഉദ്യാൻ എക്സ്പ്രസിൽ രാവിലെ ഗുൽബർഗ മുതൽ പിന്നെ എവിടെയാ പൂന വരെയുള്ള സ്ഥലത്ത് നിങ്ങളുടെ വക പരസ്യയോഗങ്ങൾ. ആ സഹോദരി പറഞ്ഞ പോലെ നിങ്ങൾ പറഞ്ഞാൽ മതി. പറയുമോ? എന്നെ കേട്ടോണ്ടിരിക്കുന്ന സഹോദരിമാര് നിങ്ങളിൽ എത്ര പേർക്ക് അവസരം തന്നാൽ പറയും? ആട്ടെ, ട്രെയിനിലൊന്നും കയറി പറയണ്ട. നമ്മുടെ ചെറിയ സർക്കിളുകളിൽ നമ്മൾ പറയുന്നുണ്ടോ? സുവിശേഷം പറയുന്നുണ്ടോ? ഇനി അങ്ങനെ പറയണമെങ്കിൽ, വൃത്തിയായിട്ട് പറയണമെങ്കിൽ വചനം പഠിക്കണം. വചനം പഠിച്ച് നല്ല നിലയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കണം. അങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംസാരിച്ചു പോയ കാര്യമാണ്. സ്നാനം എന്ന് പറയുന്നത് സമർപ്പണമാണ് കാണിക്കുന്നത്. ഒരു യാഗം എന്ന നിലയിലാണ് സമർപ്പിക്കേണ്ടത്. സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ, യാഗം എന്നൊക്കെ പറയുമ്പോൾ യാഗപീഠം വെളിപ്പെടും. യാഗപീഠത്തോടുള്ള ബന്ധത്തിലെ പല കാര്യങ്ങളും പറഞ്ഞു വന്നപ്പോൾ കൃത്യമായ ആൻസറുകൾ വന്നില്ല. ഞാൻ തുറന്ന് സമ്മതിക്കുകയാണ്. അതിൽ എനിക്ക് സങ്കടമുണ്ടെന്ന് എനിക്ക് പരിഭവം ഉണ്ടെന്ന് അവരോട് പറഞ്ഞു. അധ്വാനിച്ചതാണ്. ഇപ്പോ ഇച്ചിരി ദൂരെയാ എനിക്ക് ക്യാമറയൊക്കെ ഇരിക്കുന്നത്. എനിക്ക് കൈകൊണ്ട് തൊടാവുന്ന രീതിയിലല്ല ഈ മൊത്തത്തിലുള്ള ഇവിടുത്തെ സംവിധാനങ്ങൾ സാധാരണയിൽ നിന്ന്. ആയിരുന്നെങ്കിൽ പേരൊക്കെ എനിക്ക് വലിയ സ്ക്രീനിൽ കാണാമെങ്കിലും നിങ്ങളിൽ പലരോടും ഓരോ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി എത്ര പേര് ആൻസർ പറയും? 1.5 കൊല്ലം നിരന്തരമായി കേട്ടുകൊണ്ടിരുന്നല്ലേ സഹോദരങ്ങളെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, വാക്യങ്ങൾ നിങ്ങൾ കുറിച്ചു വെക്കണം. നിങ്ങൾക്ക് അങ്ങനെ വലിയ ചിലവൊന്നുമില്ല. 5 രൂപ കൊടുത്ത ഇന്നത്തെ കാലത്ത് പേന കിട്ടും. പേന മേടിക്കാൻ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ റീഫില്ല് മേടിക്കാൻ കിട്ടൂലോ. ഒരു പേന മുഴുവനായിട്ട് എന്തിനാ എഴുതാൻ? പേനയുടെ ആവശ്യമില്ല, റീഫില്ല് മതി. റീഫില്ലുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ഇനി അതും വേണ്ട, വായിക്കാൻ പാകത്തിന് പെൻസിലുണ്ടെങ്കിലും മതി. ഒരു പെൻസിൽ മേടിക്കാൻ 1 രൂപ കണ്ട് കൊടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്ര ഓർമ്മയില്ല. എന്നാലും 1 രൂപ കൊടുത്താൽ ഒരു പെൻസിൽ കിട്ടും. ഒരു കഷ്ണം പേപ്പർ എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കുക, കുറിച്ചു വെക്കുക. ആ വാക്യങ്ങളുമായിട്ട് പിന്നത്തേതിൽ ദൈവസന്നിധിയിൽ തനിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ പറയുകയാണ് ഞങ്ങൾക്ക് ഡേ ഷിഫ്റ്റ് ആണ്, നൈറ്റ് ഷിഫ്റ്റ് ആണ്, പിള്ളേര് 3 എണ്ണം ഉണ്ട്, ഒരെണ്ണത്തിന് ഒക്കത്ത് വെച്ചിരിക്കുന്നു, ഒരെണ്ണത്തിന് തോളത്ത് വെച്ചിരിക്കുന്നു, ഒരെണ്ണത്തിന് അടുത്ത മാസം ഞാൻ പ്രസവിക്കും പാസ്റ്ററെ.
ശരി, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? നിങ്ങളിങ്ങനെ പ്രസവിച്ചും പിള്ളേരെ നോക്കിയൊക്കെ ആയിട്ട് ലോകാവസാനം വരെ ഇങ്ങനെ പോകും. ഇപ്പൊ കണ്ട സഹോദരി, അവരുടെ പേരെന്നാന്ന് പോലും എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. അവർ ഇത്രയും കഴിഞ്ഞിട്ട് പെട്ടെന്നങ്ങ് പോയി. ആ സഹോദരിയെ പേർ വിളിച്ച് മുൻപോട്ട് വരുമ്പോ നമ്മുടെ സഹോദരിമാരെ പേര് വിളിക്കും. അപ്പോൾ നമ്മൾ പറയും, ഞാൻ കർത്താവ് 3 തവണ പ്രസവിച്ചു, പിള്ളേരെ വളർത്തേണ്ടി വന്നു, പിന്നെ അതൊക്കെ വലുതായി, അങ്ങനെ പിന്നെ അവരുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ ഉപവാസവും പ്രാർത്ഥനയായിരുന്നു, പിന്നെ അതിനിടയ്ക്ക് അവർക്ക് ജോലി ഇല്ലാതെ പോയപ്പോൾ എൻ്റെ ഉപവാസം മുഴുവൻ അവരുടെ ജോലിക്ക് വേണ്ടിയായിരുന്നു കർത്താവേ. പിന്നെ അത് കഴിഞ്ഞ് അവരെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തലവേദനയ്ക്ക് മേൽ തലവേദനയായിരുന്നു. പിന്നെ അതിനുവേണ്ടി ഞാൻ ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും ജപവുമായിരുന്നു കർത്താവേ. അങ്ങനെ സദ്യയായി വിശ്വസമായി കർത്താവ്. എനിക്ക് 79 വയസ്സായി കർത്താവ്. ഇപ്പോൾ നാളെ രാവിലെ 80 ഡിം തീർന്നു. പിന്നെ ഞാൻ കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വരുമ്പോ എന്നാ കിട്ടാനാ? ഈ ഭൂമി ജീവിച്ചു, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടിയൊക്കെ. ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെല്ലാം ട്രെയിനെ വന്ന് നിന്ന് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറയുന്നത്. ഒരു സഹോദരിയുടെ പാഷൻ നിങ്ങളെ കാണിക്കുകയാണ്. ഞാൻ കൂടെ പറയുന്ന എൻ്റെ പ്രിയ സഹോദരി അക്കില്ലാവിന്റെ ഭാര്യ പ്രിസ്കില്ലയുടെ കാര്യം എപ്പോഴും പറയാറില്ലേ? അപ്പൊല്ലോസിന് ബുദ്ധി ഉപദേശിച്ചു കൊടുത്ത പ്രിസ്കില്ല. ഈ സൂം മീറ്റിംഗ് കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇതിൽ നിന്ന് പ്രിസ്കില്ലമാർ പുറത്തു വരണം, ഇതിൽ നിന്ന് എസ്തേർമാർ പുറത്തു വരണം. അല്ലെങ്കിൽ ഈ അധ്വാനം വേസ്റ്റാണ്. ഡയറക്റ്റ് എന്റെ മുമ്പിൽ ഇരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോടും ഫിസിക്കലി അല്ലാതെ ഓൺലൈനിൽ ഇരുന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരും, 2 കൂട്ടരോടുമാ പറയുന്നത്, ഇതിൽ നിന്ന് എസ്തേർമാർ വരണം, ഇതിൽ നിന്ന് പ്രിസ്കില്ലമാർ വരണം, ഇതിൽ നിന്ന് ഫേബമാർ വരണം, ഇതിൽ നിന്ന് പെർസീസ്മാർ വരണം. ഗ്രഹാം സ്റ്റെയിൻസിന്റെ ഭാര്യ ഗ്ലാഡീസ്. അതെന്താ ഗ്ലാഡീസിന്റെ പേര് പറഞ്ഞേ? ഗ്ലാഡീസിന്റെ പേര് പറയാനുണ്ടായ കാരണം എന്തായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എനിക്ക് ആ സഹോദരി പ്രിയപ്പെട്ടവളായി മാറിയത് എങ്ങനെയാ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു വന്ന് ഇവിടുത്തെ ദരിദ്രനാരായണന്മാരെ ശുശ്രൂഷിച്ചു. യാതൊരു നന്ദിയില്ലാത്ത ജനമാണ് ഇവിടെ ഉള്ളത്. യാതൊരു നന്ദിയില്ല. എന്നാ വൃത്തികേടാ അവരെ കുറിച്ച് ഇവർ പറയുന്നതെന്നറിയാവോ? ഇവിടെ അവരാരുടെ കുഷ്ഠരോഗമാണ് കഴുകി കെട്ടിയെന്ന് വെച്ചാൽ ആ കുഷ്ഠരോഗി, അവന്റെ സ്വന്തക്കാരും ബന്ധുക്കളും അവരെ കുറിച്ച് പറയുന്നത് മ്ലേച്ഛമായ വാക്കുകളാണ്. ആർഷഭാരതക്കാര് പറയുന്നത് ഇത്ര മ്ലേച്ഛമായ പദങ്ങൾ. ഒരു മനുഷ്യന് പറയാൻ കഴിയും, മൃഗങ്ങൾക്ക് പറയാൻ കഴിയും, മൃഗങ്ങൾ പറയില്ല അങ്ങനെ. ഇത്രയും ചെയ്തിട്ട് ആ ജനം തന്റെ ഭർത്താവിന് കൊടുത്തത് എന്ത് സമ്മാനമാ? അതിക്രൂരം. താൻ പ്രസവിച്ച 2 കുഞ്ഞുങ്ങൾ തീക്കകത്ത് പിടഞ്ഞു മരിച്ചു. ഭർത്താവ് പിടഞ്ഞു മരിച്ചു. മര്യാദയ്ക്ക് ആ ശവം ഒന്ന് കാണാൻ പറ്റിയില്ല. ഗ്ലാഡീസ് സ്റ്റെയിൻസിനും വേണമെങ്കിൽ ഇപ്പൊ ഈ നമ്മുടെ സഹോദരി പറഞ്ഞ പോലെയൊക്കെ ഉയർപ്പിക്കട്ടെ എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് പള്ളിപ്പാടുകാരി സഹോദരിയെക്കാളും, അല്ലെങ്കിൽ മസ്കറ്റിൽ ചർച്ചും കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഉയർപ്പിന് വേണ്ടി കോഡ്ലെസ് മൈക്ക് എടുത്ത് വെച്ച് സംസാരിച്ച ആ സഹോദരിയെക്കാളും എനിക്ക് പ്രിയമെന്ന് ചോദിച്ചാൽ താൻ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. തങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് മരണത്തെ പുൽകാൻ വേണ്ടി തന്നെയാ. പൂമാലയ്ക്ക് വേണ്ടി അല്ല വന്നത്, മരണം പ്രതീക്ഷിച്ചാ വന്നത്. ആ മരണം തനിക്ക് മുമ്പ് തന്റെ ഭർത്താവിനും തന്റെ 2 കുഞ്ഞുങ്ങൾക്കും കിട്ടി. ആ മരണം കൊടുത്ത ആളുകളോടുള്ള ബന്ധത്തിൽ എന്റെ വിഷയത്തിലേക്ക് വരാം. ആ മരണം അവർക്ക് സമ്മാനിച്ച ആളുകളെ കുറിച്ച് ഗ്ലാഡീസ് സ്റ്റെയിൻസ് പറഞ്ഞെന്താ? ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് അവൾ എനിക്ക് പ്രിയപ്പെട്ടവളായി മാറിയത്. ആ സഹോദരി, ആ വാത്സല്യ മാതാവ് ക്രിസ്തീയ ലോകത്ത് ഒരു പ്രിയങ്കരിയായി നിൽക്കുന്നതിന്റെ കാരണം എന്താ? ഭർത്താവിന്റെ ഭൗതിക ശരീരത്തിന് മുമ്പിൽ കിടന്നുകൊണ്ട് ഉലിയവായിൽ അന്യഭാഷ പറഞ്ഞതുകൊണ്ടല്ല. ഗ്ലാഡീസ് സ്റ്റെയിൻസ് അനേകരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രിയങ്കരിയായി മാറിയതിന്റെ കാരണം എന്താ? പെന്തിക്കോസുകാരാ, നീ കേൾക്കണം. അവർക്ക് ബോധം ഉണ്ടായിരുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് അവരെ അയച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അത് ആട്ടിൻകൂട്ടത്തിനിടയിലേക്കാണോ? ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് അയച്ചിരിക്കുന്നത്. ചിലപ്പോൾ കടിച്ചു കീറും. അത് സംഭവിച്ചു. താനത് സമ്മതിച്ചു, താനത് അംഗീകരിച്ചു, സമ്മതിച്ചു, യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെട്ടു. ഫ്യൂണറൽ നടന്നു, കേസും കാര്യങ്ങളും മുന്നോട്ട് പോയി. താൻ ഇന്ത്യയോടും ഇന്ത്യയിലെ കോടതിയോടും എന്താ പറഞ്ഞത്? ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ക്രിസ്തീയ സ്നേഹം. അപ്പൊ ഈ നമ്മളുടെ ഓൺലൈൻ മീറ്റിംഗിലൂടെ ഗ്ലാഡീസ് സ്റ്റെയിൻസ്മാർ പുറത്തു വരണം. ഇങ്ങനെ ക്ഷമിക്കാൻ
സ്നേഹിക്കാൻ. ദൈവസ്നേഹം അകത്തുണ്ടെങ്കിലല്ലേ കഴിയൂ. ദൈവസ്നേഹം അകത്തുണ്ടെങ്കിലല്ലേ ക്ഷമിക്കാൻ കഴിയൂ. ഹലോ, ക്ഷമിക്കണ കാര്യം ചോദിച്ചപ്പോ എത്ര വട്ടം ക്ഷമിക്കണമെന്ന് ഒരാൾ ചോദിച്ചപ്പോ കർത്താവ് എത്രയാ പറഞ്ഞേ കിരണേ? 1, 2, 3, 4, 5 എത്ര വട്ടം എന്ന് ചോദിച്ചപ്പോ എന്താ മറുപടി പറഞ്ഞേ? അതിന് കണക്ക് ഉണ്ടോ? 7 70 അല്ലെന്നേ. അങ്ങനെ പറഞ്ഞെന്ന് ഓർത്താ അപ്പൊ നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണോ? 1, 2, 3, 69, 70. ഇനിയുണ്ടല്ലോ. ഇനി പല്ല് കടിക്കണോ? പല്ലിറുമണോ? 69 കഴിഞ്ഞു. ഇനി ഒന്നോടെ ഉള്ളൂ 70. 70 കഴിഞ്ഞാൽ പിന്നെ ക്ഷമിക്കണ്ടേ? നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഈ സുബോധം പ്രാപിച്ച ആളുകളെല്ലാം പുറത്തു വരട്ടെ. നമ്മൾ ഒരുമിച്ച് കൂടി ഈ വചനം ധ്യാനിക്കുന്നത് ഇന്ന് എനിക്കറിയാം. ആ വീഡിയോയൊക്കെ കാണിച്ച് അധികം വചനമൊന്നും പറഞ്ഞില്ലെന്നൊക്കെ എനിക്കറിയാം. സാരമില്ല. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചില ഇൻസിഡൻസ് കാണിച്ചത്. മരിച്ചയാളുടെ വീഡിയോയുടെ കാര്യം കാണിച്ചു, ഇപ്പൊ ഈ സഹോദരിയുടെ കാര്യം കാണിച്ചു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. സാരമില്ല, അത് പെൻഡിങ് വെക്കാം, അതൊന്നും കുഴപ്പമില്ല, പിന്നീട് പറയാം. ഇതിലൂടെ അതെനിക്ക് വലിയ കോരിത്തിരിപ്പുണ്ടായ വിഷയമാണ്. ഒരു സഹോദരി പരസ്യമായിട്ട് നിന്ന് എന്നെ വിടുവിച്ച, എന്നെ ഈ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവിനെ എനിക്ക് അതുപോലെ അന്യരാജ്യങ്ങളിൽ അന്യദേശങ്ങളിൽ പറയാൻ കഴിയുന്നില്ല. ഞാൻ നൊമ്പരത്തോടു കൂടിയിരുന്ന എന്റെ വീടിന്റെ അകത്തളങ്ങളിൽ നെടുവീർപ്പിടാറുണ്ട്. കർത്താവേ, എന്റെ പട്ടണത്തിൽ, എന്റെ സ്റ്റേറ്റിൽ, എന്റെ രാജ്യത്തിൽ ഈ സുവിശേഷം അനേക ഭാഷകളുള്ള രാജ്യത്തിൽ ആ ഭാഷകളിലെല്ലാം മുഴങ്ങണം. ഞങ്ങളുടെ യൗവനക്കാർ ജോലി ചെയ്യുന്ന IT സെക്ടറുകളുണ്ട്. ഞങ്ങളുടെ പെണ്ണുങ്ങളായ പെണ്ണുങ്ങൾ മുഴുവൻ പഠിച്ച് നേഴ്സുമാരാകുകയാണ്. അയ്യോ, ഞങ്ങളുടെ പാസ്റ്റർമാർക്ക് 3-4 പെൺപിള്ളേരുണ്ട്, എല്ലാം നേഴ്സുമാരാകുക. അതുങ്ങൾ രാജ്യത്തിലെ ഹോസ്പിറ്റലിലും രാജ്യത്തിന് വെളിയിലുള്ള ഹോസ്പിറ്റലിലും ജോലി ചെയ്യുന്നു. പക്ഷെ അവിടങ്ങളിലൊന്നും വായി അവർ തുറക്കുന്നില്ല. തുറക്കുന്നവരുണ്ടാകും കേട്ടോ. കാടടച്ച് വെടി വയ്ക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റത്തില്ല. പക്ഷേ പൊതുവിൽ പറയാണ്, അങ്ങനെ അവർ പോകുന്നു, നഴ്സിംഗ് ജോലി ചെയ്യുന്നു, അവർ കാത്തിരിക്കുന്നു. നല്ലൊരു പയ്യന് വേണ്ടിയുള്ള ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിലും നാട്ടിലും ഒക്കെ. നല്ലൊരു പയ്യന് വേണ്ടിയുള്ള ഉപവാസ പ്രാർത്ഥന. അങ്ങനെ ഒരുത്തനെ കിട്ടുന്നു. പിന്നെ അവന്റെ കൂട്ടത്തിൽ മഞ്ഞ് പെയ്ത രാജ്യത്തിലേക്ക് പോകുന്നു, അല്ലെ വേറെ ഏതെങ്കിലും തീച്ചൂടുള്ള രാജ്യത്തിലേക്ക് പോകുന്നു, ഗൾഫ്. അങ്ങനെ പോയി സന്ധ്യയായി ഉഷസ്സുമായി 69. പിന്നെ നാളെ 70ാമത്തെ വയസ്സ്, മറ്റന്നാൾ പരിപാടി തീരുന്നു. ദൈവരാജ്യ നിമിത്തം സ്വന്തം ജീവിതത്തിൽ ആത്മീയമായി എന്ത് മുന്നേറ്റം ഉണ്ടായി? സ്വന്തമായി ആത്മീയമായി മുന്നേറ്റമില്ല. നമ്മൾ സൂം മീറ്റിംഗ് തുടങ്ങിയത്, നമ്മുടെ പ്രിയ സഹോദരിമാര് സൂം മീറ്റിംഗ് കേൾക്കാൻ തുടങ്ങിയത് 25ാമത്തെ വയസ്സില്ല. നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഏതോ ഒരു സ്ഥലത്ത് ഒരു നഴ്സിംഗ് കോളേജ്, ഇവിടെ ഏതോ ഒരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ കേട്ടോണ്ടിരുന്നത്. ഇതിനിടയ്ക്കാണ് ദൈവം പ്രവർത്തിച്ച് മഞ്ഞ് പെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ പോയി. ഇതിനിടയ്ക്കാണ് കല്യാണമൊക്കെ നടന്നത്. ഇതിനിടയ്ക്കാണ് ഞാൻ പറഞ്ഞ 5-6 പിള്ളേരൊക്കെ ഉണ്ടായത്. ഇതും കഴിഞ്ഞിങ്ങനെ പോയാണ് 69, 70, 79 ഒക്കെ ആയത്. ഇതിനിടയിൽ ആത്മീയ കാര്യത്തിന് പല പ്രിയപ്പെട്ടവരും പറയുന്നത്, പക്ഷെ അശേഷ സമയമില്ലെന്നാ പറയുന്നത്. ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ ജോലിയെല്ലാം കഴിഞ്ഞു എന്താ പറയാ, ഒരു മരിച്ച അവസ്ഥയിൽ, മൃതാവസ്ഥയിലാണ് വീട്ടിലേക്ക് വരുന്നത്. ഒന്ന് വിശ്രമിക്കണ്ടേ, കിടക്കണ്ടേ? ഇതിനിടയ്ക്ക് എപ്പോ പുസ്തകം വായിക്കും? അല്ല, ഈ പ്രസംഗമൊക്കെ ഇങ്ങനെ ഓൺ ചെയ്ത് കേൾക്കാമല്ലോ വേണമെങ്കിൽ എന്ന് പറയുമ്പോൾ നടക്കില്ല പാസ്റ്റർ. അതിനിടയ്ക്ക് കൊച്ചു കിടന്ന് വേളം വെച്ചോണ്ടിരിക്കും. ഞാൻ എന്ത് ചെയ്യും? കൊച്ചിനെ നോക്കാൻ പോവോ, കെട്ടിയവനെ നോക്കാൻ പോവോ, ചാപ്പാടുണ്ടാക്കുവോ, ഇനി ഒന്ന് ഇച്ചിരി നേരം കിടക്കുവോ, അടുത്ത ഷിഫ്റ്റിന് പോണോ വേണ്ടയോ? നമ്മളുടെ എല്ലാം ശ്രദ്ധ മാറിപ്പോയി. ഈ ഭൂമിയിൽ എങ്ങനെ സെറ്റിൽഡ് ആകാമെന്നുള്ളൊരു ചിന്തയിലേക്ക് എല്ലാവരും വന്നു. നമ്മുടെ സഹോദരിയുടെ ഭർത്താവ് മരിച്ചു. പുള്ളിക്കാരി എന്തായിരുന്നു പറയണ്ടേ? ഓക്കെ, ടാറ്റാ, ബൈ. എന്റെ ഭർത്താവ് ആദ്യം വന്ന വണ്ടിയിൽ കയറി പോയിരിക്കുന്നു. തൊട്ടടുത്ത വണ്ടി വരും, അതിൽ കയറി ഞാനും എന്ത് ചെയ്യും? സഹോദരങ്ങളെ, നിങ്ങളെല്ലാം വരുന്ന വണ്ടിക്ക് കയറി വരണം കേട്ടോ, നമുക്ക് പോയേക്കാം. ഇതല്ല നമ്മുടെ വീട്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന ഒരു നഗരമില്ല. ഇവിടെ നമുക്കൊരു പ്രത്യാശ ഉദിക്കുന്നില്ല. നമ്മുടെ പ്രത്യാശയെല്ലാം വേറെയാണ്, തിരശ്ശീലയ്ക്ക് അപ്പുറമാണ്. അതല്ലേ പറയേണ്ടിയിരുന്നത്? എന്റെ ഒരു സഹോദരൻ, എന്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിന്റെ മരണം 40ാമത്തെ വയസ്സിൽ, 39 40 എങ്ങാണ്ടേ ഉള്ളൂ. ആ ഫ്യൂണറലിന് മെസ്സേജ് കൊടുത്തയാളാ ഞാൻ. അന്ന് മെസ്സേജ് കൊടുത്ത ഞാനാ. പക്ഷെ ഞാൻ പറഞ്ഞ പ്രസംഗത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. അന്ന് അവന്റെ ഭാര്യ, യൗവനക്കാരിയായ ഭാര്യ, ഏതാണ്ട് 10-30 വയസ്സ് 32 വയസ്സ് മാത്രം പ്രായമുള്ള അവന്റെ യൗവനക്കാരിയായ ഭാര്യ
1 മണിക്കൂർ അവൾ പ്രസംഗിച്ചു അവിടെ. ഗംഭീരമായ പ്രസംഗം. ജനം അന്തം വിട്ട് കേട്ടിരുന്നു. ഭർത്താവ് മരിച്ചതിലുള്ള ദുഃഖമല്ല അവൾ പറഞ്ഞത്, ഇപ്പൊ ഉയർക്കുന്നു അല്ല പറഞ്ഞത്. ഉപദേശം പറഞ്ഞു, വചനം പറഞ്ഞു, സുവിശേഷം പറഞ്ഞു, പ്രത്യാശ പ്രഖ്യാപിച്ചു, അനേകരെ ധൈര്യപ്പെടുത്തി. ജനം കരഞ്ഞോണ്ടാ നിന്ന് കേട്ടത്. അത് 90 വയസ്സായ തള്ളയല്ല പറഞ്ഞത്. 30 വയസ്സ് മാത്രം പ്രായമായ 2 പെൺകുഞ്ഞുങ്ങളുടെ അമ്മ, ചെറുപ്പക്കാരി നിന്ന് പറയുകയാണ്. അതിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക? അവിടെ അനേക യൗവനക്കാർ ഉത്തേജിപ്പിക്കപ്പെട്ടു, ധൈര്യപ്പെട്ടു, അനേക സഹോദരിമാർ ബലപ്പെട്ടു. ആ മരണ വീട്ടിൽ, ആ ഫ്യൂണറലിനോടുള്ള ബന്ധത്തിൽ അനേകർക്ക് പ്രത്യാശയായി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലൈഫും ആ നിലയിൽ, ആ പ്രത്യാശ, അനേകർക്ക് പ്രത്യാശ കൊടുക്കുന്ന നിലയിൽ നമ്മുടെ ജീവിതവും അനേകർക്ക്, മറ്റുള്ളവർക്ക്. അങ്ങനെ വാക്യങ്ങളില്ലേ പുസ്തകത്തില്, നിങ്ങൾ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വായിച്ചിട്ടുണ്ടാവില്ലായിരിക്കും പലപ്പോഴും. നാം നമുക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന വാക്യങ്ങളാണ് കൂടുതൽ വായിച്ചിട്ടുള്ളത്. നാം സമർപ്പിതരാണെങ്കിൽ, ഞാൻ ഇനി എനിക്കായി ജീവിക്കുന്നില്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കുന്നു എന്ന ആ ഒരു സമർപ്പണത്തിൽ ഉറപ്പിൽ നിൽക്കുന്നവരാണെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ? എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും ധൈര്യവും ബലവും ലഭിക്കണമേ എന്നാണ് എപ്പോഴും ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഓക്കെ സഹോദരങ്ങളെ, ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. 2 സഹോദരിമാരെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി. ഒടുക്കം ഞാൻ നിങ്ങൾ കാണാത്തൊരു സഹോദരിയുടെ കാര്യം പറഞ്ഞു അവസാനിപ്പിക്കുക. ഇന്ന് സഹോദരിമാരുടെ കാര്യമാണ് കൂടുതലും പറഞ്ഞത്. വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ എസ്തേറിനെയും പരിചയപ്പെടുത്തി, പ്രിസ്കില്ലയെയും പരിചയപ്പെടുത്തി. അതല്ലാതെ ഒരു സഹോദരി തന്റെ ഭർത്താവിന്റെ ശവമഞ്ചത്തിന്റെ ചുവട്ടിൽ നിന്ന് സംസാരിക്കുന്നതും ഒരു സഹോദരി ട്രെയിനിൽ നിന്ന് സംസാരിക്കുന്നതും പരിചയപ്പെടുത്തി. ഒടുക്കം ഒരു ശുശ്രൂഷകൻ, ഒരു ദൈവദാസൻ വളരെ കുറഞ്ഞ പ്രായത്തിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ തന്റെ ഭാര്യ 1 മണിക്കൂറിനടുത്ത് സമയം തന്റെ സാക്ഷ്യവും വചനവും സുവിശേഷവും വിശ്വാസവും പ്രഖ്യാപിച്ച കാര്യം പറഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് ഇന്ന് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ പ്രഭാതത്തിലോ സന്ധ്യയിലോ ഏത് ദേശത്തെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അല്പസമയം ദൈവസന്നിധിയിൽ ധ്യാനിക്കണം കേട്ട വചനത്തിന് പ്രകാരം. ഇപ്പൊ ഇവിടെ പെട്ടെന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറയും. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ തനിച്ചിരുന്ന്, കർത്താവേ, ഈ കേട്ട കാര്യങ്ങളിൽ ആ ശുശ്രൂഷകൻ ഭയങ്കര ആഗ്രഹമാണല്ലോ പ്രകടിപ്പിച്ചത്, ഞങ്ങളെക്കുറിച്ച് ഒരു ആഗ്രഹമാണല്ലോ പ്രകടിപ്പിച്ചത്. ദൈവരാജ്യത്തിന് ഞങ്ങൾ സഫലന്മാരായി തീരുവാൻ പാകത്തിന് ഞങ്ങൾ പഠിക്കുന്നതും കേൾക്കുന്നതുമായ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ബലപ്പെടുകയും ആത്മാവിൽ നിറയുകയും ചെയ്യേണ്ടതിന്, ഉതകേണ്ടതിന് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ അതിന് സജ്ജമാക്കണമേ എന്നുള്ള ഈ കാര്യത്തിന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ആ ഒരു ആഗ്രഹത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.